നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഇരുന്ന് ചിന്തിച്ചതായിരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ ദൈവീകത. യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ദൈവമാണ്. ഈ രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളുമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിനോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ റൈസ് ചെയ്യപ്പെട്ടു, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകപ്പെട്ടു. എന്നാൽ തൃപ്തികരമായ നിലയിൽ ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ഒരു കൂട്ടവും, അതോടൊപ്പം തന്നെ പറയേണ്ട ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് മറുകൂട്ടരും അവകാശപ്പെട്ട് അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഈ ഡയലോഗിൽ എത്രമാത്രം അതിൻ്റെ വ്യക്തതയോടുകൂടെ എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം ഇതൊരു വലിയ വാസ്റ്റായിട്ടുള്ള വിഷയമാണ്. രണ്ട് കൂട്ടരും അവരുടേതായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെ സ്ഥാപിക്കുന്ന ആ കാര്യങ്ങളിൽ ശക്തമായി വീറോടെ വാദിക്കുന്ന ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റേതായിരിക്കുന്ന ഡയലോഗ് അവസാനിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തുടർന്ന് ഇപ്പോൾ സയ്യിദ് ബ്രദർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കണം, വിചിന്തനം ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തണം. ആ നിലയിൽ തുടർന്ന് നമുക്ക് ചെയ്യുവാനായിട്ട് ഇടയാകണം. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മോഡറേറ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടു കൂട്ടരുടെയും വാദം കേട്ടിട്ട് ഏതാ ശരി ഏതാ തെറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കോടതിയല്ല, മറിച്ച് ഞങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങൾ പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. അതിൻ്റേതായിരിക്കുന്ന നിലയിൽ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും വിശ്വാസങ്ങളിൽ നിങ്ങൾ അതിൻ്റേതായിരിക്കുന്ന നിലയിൽ തുല്യത പുലർത്തുന്നു. നിങ്ങളുടേതായിരിക്കുന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് എരിവുണ്ട്. ആ എരിവിൽ നിങ്ങൾ ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്നു. എന്നാൽ എൻ്റെ പൊതുവായ അഭിപ്രായം കുറച്ചുകൂടെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു പുനർപഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അത് ആ നിലയിൽ തുടർന്ന് ഉള്ളതായിരിക്കുന്ന വേദികളിൽ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയണം. കാരണം ഇത് ആദ്യം പറഞ്ഞു സൗഹാർദ്ദം. അപ്പം നമ്മൾ ഈ സൗഹാർദ്ദത്തിൻ്റെ ആരംഭം എന്നുള്ള നിലയിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം കൊണ്ട്, കാരണം നൂറ്റാണ്ടുകളായിട്ട് അനേക ആളുകൾ പല നിലകളിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വാദിച്ചു വരുന്നതായിരിക്കുന്ന കാര്യം ഒറ്റ നിമിഷം കൊണ്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന നിലയിൽ അതിൻ്റേതായിരിക്കുന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടർന്നു കൊണ്ടുപോയി നമ്മൾ അതിൻ്റെ, കാരണം സത്യാന്വേഷികളാണ് നമ്മളല്ലേ, അങ്ങനെയാണല്ലോ പറഞ്ഞത്, സത്യാന്വേഷികളാണ്. അപ്പോൾ സത്യം കണ്ടെത്തി സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് പ്രീവിയസ് ആയിട്ട് നമുക്കെല്ലാം ഐഡിയകളുണ്ട്. ആ പ്രീവിയസ് ഐഡിയകളുടേതായിരിക്കുന്ന ഉള്ളിൽ നിന്നുകൊണ്ടല്ല, എന്നാൽ പ്രീവിയസ് ഐഡിയകൾ നമ്മുടേതായിരിക്കുന്ന ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം, സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ബഹുമാനികളെ, നമ്മുടെ ഈ നല്ല രീതിയിലുള്ള ഒരു ദിവസത്തെ ചർച്ചയാണ് ഇവിടെ നടന്നത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ബഹുമാനികളെ എന്ന് വെറുതെ വിളിച്ചതല്ല. ഷജീർ ബുഖാരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠന്മാരുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പിതാക്കളുടെയോ പ്രായമുള്ളവരാണ് ഞങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് വന്നത്. പിന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രമായി ഈ ആശയങ്ങളുടെ കൈമാറ്റവും അതിന്മേലുള്ള ചർച്ചയുമൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമാണ് എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അങ്ങനെ അല്ലതാനും മുൻപും ഇതുപോലെ ക്രിസ്തു മതത്തിലെ പണ്ഡിതന്മാരും ഇസ്ലാം മതത്തിലെ പണ്ഡിതന്മാരുമൊക്കെ ഇരുന്ന് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി സമൂഹത്തിൽ ഒരുപാട് വികിരണങ്ങളും ആ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഗതാർഹമാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഏത് മതങ്ങളിലേക്കും ആർക്കും ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശയ കൈമാറ്റങ്ങളാകാവുന്നതുമാണ്.
വളരെ സന്തോഷകരമായി ഇന്നത്തെ ഈ ചർച്ച ഇവിടെ സമാപിച്ചിട്ടുണ്ട്. മുസ്ലിം പക്ഷത്തു നിന്ന് അവരുടെ വാദമുണ്ടായിരുന്നത് ക്രിസ്തു ദൈവമല്ല എന്നതാണ്. അത് സമർത്ഥിക്കുന്നതിന് വേണ്ട സമർത്ഥനവും അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്കുള്ള ചോദ്യങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. അദ്ദേഹം അവസാനം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സതീർത്ഥ്യരാരെങ്കിലും അല്ലെങ്കിൽ ശിഷ്യന്മാരാരെങ്കിലും ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ദൈവമേ അല്ലെങ്കിൽ കർത്താവേ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ എന്ന്. അവിടെ എലോഹിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, യഹോവ എന്നല്ല. അപ്പൊ അതുകൊണ്ട് അത് നേരത്തെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലയിലാണ് നമ്മുടെ ചർച്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. 4-5 ചോദ്യങ്ങൾ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയായി ഞങ്ങൾ ആരും മാറുന്നില്ല. നേരത്തെ ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായി, ഇവിടെ നിന്ന് മറുപടി ഉണ്ടായി. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇരു വിഭാഗങ്ങളും ചെയ്തത്. മനസ്സിലാക്കേണ്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്നത്തെ ഡിസ്കഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സന്തോഷം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നാളെ ഇതിന്റെ തുടർ ചർച്ച എന്ന രീതിയിൽ നമ്മൾ മുൻപെഴുതി വെച്ച വ്യവസ്ഥ പ്രകാരം തന്നെ നാളെയും നമുക്ക് ഇതിന്റെ നല്ല രീതിയിലുള്ള ചർച്ച പുരോഗമിക്കേണ്ടതുണ്ട്. സദസ്സ് വളരെ ശാന്തമായും എന്നാൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ മതപരമായ ആത്മാർത്ഥത വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഗതാർഹമാണ്, സന്തോഷമാണ്. വലിയ കോലാഹലങ്ങളോ പ്രശ്നങ്ങളോ മധ്യസ്ഥന്മാർ എന്ന രീതിയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്താണ് സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ. അദ്ദേഹം എന്നെ കൊണ്ടും ഞാൻ അദ്ദേഹത്തെ കൊണ്ടുമൊക്കെ പരസ്പര ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ഇത് നിയന്ത്രിച്ചത്. ആ നിലയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ സന്തോഷകരമായി. നാളെ ഇതിന്റെ സമാപനമായി നമുക്കൊരു വിഷയം കൂടി ചർച്ച ചെയ്ത് ഇത് സമാപിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം പണ്ഡിതന്മാർക്കും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരായ ക്രൈസ്തവ പണ്ഡിതന്മാർക്കും അതുപോലെ സദസ്സിലിരുന്ന ബഹുമാന്യ മത സ്നേഹികൾക്കും എല്ലാവർക്കും ഇതര വിശ്വാസികൾക്കുമൊക്കെ ഞങ്ങളുടെ 1000 ഹാർദവമായ സ്വാഗതം സംഘാടക സമിതിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഇതിവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ആവർത്തിച്ച് ഒരുപക്ഷെ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ വചനം വരെ വായിക്കുക. എവിടെയെങ്കിലും ഈ ഗ്രന്ഥം ദൈവം നിനക്ക് അവതീർണമാക്കി തന്നതാണ് എന്ന് ഒരു പരാമർശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബിന്റെ അടുക്കൽ നിന്ന് സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം ഇതാ. ബൈബിള് കൊണ്ട് നിങ്ങൾക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ഒരു നിലക്കും സാധിക്കുകയില്ല. അത് ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇന്നലത്തെ സംവാദത്തിലും സാധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ സ്റ്റേജിലുടനീളം സംസാരിക്കുന്ന ഒരു വാദം, അതെന്താ മുഹമ്മദ് നബി പ്രവാചകൻ ആണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന വാദം, അത് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. അതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ചത്. ഖുർആനിൽ വ്യക്തമായി മുഹമ്മദ് നബി അള്ളാന്റെ ദൂതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ അത് ഖുർആൻ ഓതി സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? മുഹമ്മദ് നബി പ്രവാചകനാണോ അല്ലേ എന്ന് ഖുർആനിന്റെ വെളിച്ചത്തിൽ തെളിയിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാ വിഷയം. ഞങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിയിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ ഖുർആനിന്റെ വെളിച്ചം പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ വെറുതെ ചോദ്യം ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തെളിഞ്ഞു ഇവിടെ. ഇനി ഇവിടെ മധ്യസ്ഥന്മാരെ അതിൽ തീരുമാനം പറയണം. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയാം. ഇവിടുന്ന് സലാത്തും ചൊല്ലി നമുക്ക് പിരിയാം. ഞാൻ ഒരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചേക്കാൻ മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അതിന് തയ്യാറാണ്. കാരണം
അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് വീണ്ടും പറയുന്നു, AP സുന്നി വിഭാഗത്തോട് ഒരു ഡിബേറ്റും ഞാനില്ല. നിശ്ചയ ട്രൂത്തുകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ISMക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയം. നടന്നു നടന്ന തിരുഭൂമിയിലെന്നെ പിടയ്ക്കുന്ന ഹൃദയം തുടിച്ചിടണം. പറന്നു പറന്ന തിരുത്തിങ്കൾ നിലാവിന്റെ ചാരയിൽ പ്രണയവിസ്മയം തീർക്കണം. നടന്നു നടന്ന തിരുഭൂമിയിലെന്നെ പിടയ്ക്കുന്ന ഹൃദയം തുടിച്ചിടണം. പറന്നു പറന്ന തിരുത്തിങ്കൾ നിലാവിന്റെ ചാരയിൽ പ്രണയവിസ്മയം തീർക്കണം. പാവന പാദം പതിഞ്ഞ ഭൂമിയിൽ ഞാൻ ചെന്നില്ല. ആരിതിൽ പ്രശോഭിതമാം തിങ്കൾ ഞാൻ കണ്ടില്ല. പലരും പോയി മൺമറഞ്ഞ പതിമദീന കണ്ടില്ല. പരിമളം ചിന്തുന്ന മണ്ണിൽ ചുണ്ടുകൾ ഞാൻ വച്ചില്ല. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ മനസ്സിന്റെ വേദന. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. നമ്മൾ വീണ്ടും ഒരു പുതിയ ദിവസം കൂടെ നമുക്ക് ലഭിച്ചു. അതോർത്ത് സർവകൃപാലുവായിരിക്കുന്ന ദൈവത്തിന് സർവമഹത്വവും കരയേറ്റുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ധാരണയനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ പ്രവാചകത്വം സംബന്ധിച്ച് ഉള്ളതായിരിക്കുന്ന വിഷയ അവതരണമാണ് ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് മുസ്ലിം പക്ഷം വാദിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്നുള്ളത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നിന്നും ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ക്രൈസ്തവ പക്ഷത്തിൻ്റെതായിരിക്കുന്ന വാദങ്ങളുമാണ് ഇവിടെ ഇന്ന് നടക്കുവാനായിട്ട് പോകുന്നത്. ആദ്യം ഇതിൻ്റെ നിയമങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ക്രൈസ്തവ പക്ഷം 30 മിനിറ്റ് വിഷയം അവതരിപ്പിക്കും. ശേഷം മുസ്ലിം പക്ഷം 30 മിനിറ്റ് വിഷയം അവതരിപ്പിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ച ക്രൈസ്തവ പക്ഷത്തോട് മുസ്ലിം പക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കും. ശേഷം മുസ്ലിം പക്ഷത്തോട് ക്രൈസ്തവ പക്ഷങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പേപ്പർ അവതരിപ്പിക്കുന്ന സമയത്ത് യാതൊരു വിധമായിരിക്കുന്ന ചോദ്യങ്ങളും ഇൻ്റർപ്രിട്ടേഷൻ അതിൻ്റെ ഇടയ്ക്കുള്ളതായിരിക്കുന്ന ഇൻട്രപ്ഷൻസും അലോ ചെയ്യുന്നതല്ല. ചോദ്യം ചെയ്യാനുള്ള സമയമുണ്ട്. ആ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ട് കൂട്ടരുടെയും വിഷയ അവതരണം നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. വളരെ നമ്മളിരിക്കുന്നത് സ്മൈലിംഗ് ഫേസോടുകൂടെയാണ്. എന്നാൽ പല കാര്യങ്ങളിൽ ആശയപരമായിരിക്കുന്ന ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് തോന്നും. നമുക്ക് ചിലപ്പോൾ പ്രതികരണമൊക്കെ അതിൻ്റേതായിരിക്കുന്ന നിലയിൽ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഇത് പ്രതികരിക്കാനുള്ളതായിരിക്കുന്ന സ്ഥലമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിൽ നടത്തുന്നതായിരിക്കുന്ന ഒരു സംവാദം ഡയലോഗ് എന്നുള്ള നിലയിൽ അത് സ്നേഹ ഭാഷയിൽ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യം പ്രസ്താവിക്കുമ്പോൾ തന്നെ നമ്മളതിന് ചില രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന്, ചോദ്യോത്തര സമയം 2 മിനിറ്റ് ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കും. 12 അവസരങ്ങളാണ് ഇരു ഭാഗത്തിനും അലോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നയിക്കുന്ന ഉദ്ധരണികൾ മറുപക്ഷം ആവശ്യപ്പെടുന്ന പക്ഷം ഹാജരാക്കേണ്ടതാണ്. അത് നമ്മുടെ വിഷയാവതരണത്തിന് ശേഷം ആ ഉദ്ധരണി നമ്മൾ പറയുകയും അത് ഏതിലാണ് എന്നുള്ളത് അപ്പോൾ തിട്ടപ്പെടുത്തി അത് എടുത്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ മധ്യസ്ഥൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുമാണ്
ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലും തീരുമാനം അതിൻ്റേതായിരിക്കുന്നതിൽ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകാനായിട്ട് അനുവദിക്കുന്നതല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ്, ഇതെല്ലാം ഇന്നലെ നമ്മൾ വായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവർത്തന വിരസത അത് ശരിയായ ഒരു പ്രവണതയല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മൊബൈലുകൾ എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ അതൊന്ന് സൈലൻറ്റ് മോഡിലിട്ടാൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും പ്രോഗ്രാമിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കുന്നു. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമും ആരംഭിക്കാം. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. എൻ്റെ സഹ മോഡറേറ്ററും ആ കാര്യം നിങ്ങളോട് പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് 1000 ഇസ്ലാമിൻ്റെ ധന്യ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനികളെ, ഇന്നലെ ഒരു ദിവസത്തെ നല്ല ഒരു ചർച്ചയുടെ സന്തോഷത്തിൻ്റെ നിറവിലാണ് നമ്മൾ പിരിഞ്ഞത്. വളരെ സന്തോഷകരമായാണ് അതിൻ്റെ സമാപനമുണ്ടായത്. അതിൻ്റെ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ വിനീത സുഹൃത്ത് ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ള മധ്യസ്ഥൻ ഇവിടെ സംസാരിച്ചു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ചർച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം എന്നതാണ് വിഷയം. വാദം 1 മുസ്ലിം പക്ഷം പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ്. 2 ക്രൈസ്തവ പക്ഷം പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല. തെളിവ് 2 വിഭാഗത്തിനുമുള്ള തെളിവാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനാണ് തെളിവ് എന്ന് നമ്മൾ 2 വിഭാഗത്തിലെയും പ്രതിനിധികൾ ഇരുന്ന് എഴുതിയ വ്യവസ്ഥ പ്രകാരം പരിശുദ്ധ ഖുർആനാണ് തെളിവ്. ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ്. ഇത് ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ ആ വിഷയ സംബന്ധമായി തന്നെ നമ്മുടെ ചർച്ച അരമണിക്കൂർ വീതമുള്ള വിഷയാവതരണം, അതിനുശേഷം ഉണ്ടായിരുന്ന ചോദ്യോത്തരങ്ങൾ. ഇടയ്ക്ക് ചെറിയ വ്യതിചലനം വന്നോ എന്ന് ഒരു സംശയവും അത് ഇവിടെ പ്രകടിപ്പിക്കുകയും പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് ആ വിഷയത്തിലേക്ക് തന്നെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ ഖുർആൻ തെളിവും ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതുമാണ്. ഇന്നലെയും ഇതേപോലെ തന്നെയാണ് നമ്മുടെ വ്യവസ്ഥയുള്ളത്. വ്യവസ്ഥയിൽ ഇന്നലത്തെ തെളിവ് ബൈബിളാണ്. ബ്രാക്കറ്റിൽ ഇതുപോലെ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ് എന്നും ഉണ്ടായിരുന്നു. ഇന്നലെ ബൈബിളിൽ തന്നെയാണ് ചർച്ച ഒതുങ്ങി നിന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നതുപോലെ നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, വിഷയാവതരണത്തിൻ്റെ സമയത്ത് മറ്റു ഇടപെടലുകൾക്ക് അവസരമുണ്ടായിരിക്കില്ല. അത് ഇന്നലെയും ഉണ്ടായിട്ടില്ല. ഇന്നലെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ വിനീതമായി ഈ വിഷയത്തിൽ ഒരു നല്ല പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ ഇതുവരെയുള്ള ധാരണയനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെളിവ് വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ വിഷയാവതരണത്തിൽ തന്നെ വരേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നമ്മൾ വിഷയം അവതരിപ്പിക്കേണ്ടത്. ഇന്നലെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനായ സജീർ ബുഖാരി ആദ്യം തന്നെ വിഷയം അവതരിപ്പിച്ചത്, അരമണിക്കൂർ. അതുകൊണ്ട് വളരെ വിനീതമായി ഈ വിഷയത്തിൽ ഇതൊരു നല്ല ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്നുള്ള തെളിവ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വിഷയാവതരണം വരട്ടെ. പിന്നെ അതിനിടയിൽ മറ്റൊരാൾക്കും എഴുന്നേൽക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ വിഷയാവതരണം പോകാൻ പാടില്ല. ഈ ഭാഗത്തു നിന്നുള്ളവും പോകാൻ പാടില്ല, ഈ ഭാഗത്തു നിന്നുള്ളവും പോകാൻ പാടില്ല. അതാണ് ഇവിടെ സുചിന്തിതമായ ഒരു നിലപാടായി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ് എന്നത് ഞാൻ ഇന്നലെയും വ്യാഖ്യാനിച്ചു പറഞ്ഞിരുന്നു. ഇന്നും അതേ വ്യാഖ്യാനം തന്നെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കുന്നത് ഖുർആനായിരിക്കണം. ഇന്നത്തെ ചർച്ചയിൽ ഇന്നലെ നമ്മൾ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കാനുള്ള അവസരം നൽകിയത് ബൈബിളിനെയാണ്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ തന്നെ നമ്മുടെ വിഷയാവതരണവും പിന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂർ വീതമുള്ള വിഷയാവതരണവും അതിനുശേഷം പിന്നെ ആദ്യം വിഷയം അവതരിപ്പിച്ച ക്രൈസ്തവ പക്ഷത്തോട് മുസ്ലിം പക്ഷത്തിൻ്റെ ചോദ്യവും
അവരുടെ മറുപടിയും. ചോദ്യത്തിന് 2 മിനിറ്റും മറുപടിക്ക് 3 മിനിറ്റും. ഇന്നലത്തേത് പോലെ തന്നെയാണ് നമ്മുടെ വ്യവസ്ഥയിലെ ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളത്. പൊതുവായുള്ള എല്ലാ വിഷയങ്ങളും ഇന്നലത്തേതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒന്നിച്ചെഴുതിയ നമ്മുടെ വ്യവസ്ഥയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെ വിഷയാവതരണവും നമ്മുടെ ചോദ്യോത്തരങ്ങളും ഒക്കെ ഉണ്ടാവണം. ഇന്നലെ വളരെ സന്തോഷവും സമാധാനപരവുമായി ആണ് നമ്മുടെ ചർച്ച നടന്നത്. അതിലുള്ള സന്തോഷം അറിയിക്കുകയും ഇന്നും ആ രീതിയിൽ തന്നെ ഒരു നല്ല ചർച്ചയുടെ അവസരം സൃഷ്ടിക്കാൻ ബഹുമാന്യരായ 2 വിഭാഗത്തിലെയും പണ്ഡിതരെ ഞാൻ ഈ സുഗമമായ നടത്തിപ്പിനു വേണ്ടി, ഈ സദസ്സിനു വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ക്രൈസ്തവ പക്ഷത്തിൻ്റെ പ്രതിനിധിയെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനായ മുഹമ്മദിൻ്റെ പ്രവാചകത്വം ഖുർആൻ്റെയും ഇതര ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുവാനായിട്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നതെന്ന് ബഹുമാനായ മോഡറേറ്റർ പറയുകയുണ്ടായി. ഇവിടെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രവാചകത്വം, പ്രവാചകൻ്റെ യോഗ്യതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊരു വിശദീകരണം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് ഖുർആൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആവർത്തനം 13-18 അധ്യായങ്ങളിൽ ദൈവം പ്രവാചകത്വം എന്താണെന്നും പ്രവാചകന്റെ യോഗ്യതകൾ എന്താണെന്നും വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. യഹോവയുടെ നാമത്തിലല്ലാതെ അന്യദൈവങ്ങളുടെ നാമത്തിൽ പ്രവചിക്കുന്ന ഏതൊരുവന്റെ വാക്കും വിശ്വസിക്കരുത് എന്ന് ദൈവം വളരെ വ്യക്തമായി കൽപ്പന നൽകിയിട്ടുണ്ട്. മാത്രമല്ല എന്താണ് പ്രവാചകന്റെ യോഗ്യതകൾ എന്നും ബൈബിൾ വിശദമാക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 13-18 അധ്യായങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ 4 പോയിന്റുകളാക്കി ചുരുക്കി പറയുകയാണ്. 1, പ്രവാചകന്മാർ പ്രവചിക്കേണ്ടത് യഹോവയുടെ നാമത്തിലാണ്. യഹോവയുടെ വചനങ്ങൾ പ്രവാചകന്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും എന്ന് യഹോവ വാഗ്ദത്തം കൊടുക്കുകയും ചെയ്യുന്നു. 2, യഹോവ പ്രവാചകനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ ജനത്തോട് പറയണം, ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് യഹോവ പറയുന്നു. 3, അന്യദൈവങ്ങളുടെ നാമത്തിൽ പ്രവചിക്കുന്നവനെ കൊന്നുകളയണം എന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട്. 4, പ്രവാചകൻ മുൻ വെളിപ്പാടുകൾക്കെതിരായി സംസാരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ പ്രവാചക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പുതുതായ ഒരാൾ പ്രവാചകത്വ പദവിയിലേക്ക് അവകാശം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കുന്നത്. ഇനി പ്രവാചക മാനദണ്ഡമായി ഖുർആൻ പറയുന്ന 7 കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൂറ 4:163 പ്രവാചകൻ മുൻ പ്രവാചകന്മാരെ പോലെയുള്ള പ്രവാചകനായിരിക്കണം. സൂറ 6:89-90 ആയത്തുകളിൽ മുൻ പ്രവാചകന്മാരുടെ നേർമാർഗത്തെ പ്രവാചകൻ പിന്തുടരണം എന്ന് പറയുന്നു. സൂറ 2:285 അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നീ വിശ്വസിക്കണം. സൂറ 10:94-95 നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുൻപേ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ച് സംശയ നിവൃത്തി വരുത്തണം എന്ന് പറയുന്നു. സൂറ 16:43 മുൻ വേദഗ്രന്ഥത്തിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറ 21:7 നാം അവർക്ക് വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറ 5:44-47 യഹൂദന്മാർ തോറ അനുസരിച്ചും ക്രിസ്ത്യാനികൾ സുവിശേഷം അനുസരിച്ചും വിധി കൽപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഞാനൊരു പഠിതാവാണ്, ഇസ്ലാമിൻ്റെ വിമർശകനല്ല, പഠിതാവാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പണം കൊടുത്ത് വാങ്ങി നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള സംശയങ്ങളാണ് ഞാനിവിടെ പലതും ചോദ്യരൂപത്തിൽ ഉന്നയിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ അതിന് മറുപടി തരും. ഇവിടെ ബഹുമാനായ മുഹമ്മദ് പ്രവചിച്ചത് സത്യദൈവമായ യഹോവയുടെ നാമത്തിലാണ്. മുൻ പ്രവാചകന്മാരുടെ ആ ശ്രേണിയിലാണ് അദ്ദേഹം വരുന്നതെങ്കിൽ അദ്ദേഹം തീർച്ചയായും യഹോവയുടെ നാമത്തിൽ തന്നെ പ്രവചിക്കണമായിരുന്നു. എന്നാൽ ഖുർആനിൽ എവിടെയെങ്കിലും യഹോവ എന്ന നാമം കാണുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ സത്യദൈവമായ യഹോവയുടെ പേര് പോലും അറിയാത്ത ഒരാൾ താൻ സത്യദൈവത്തിന്റെ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടാൽ ആ അവകാശവാദത്തിന് നാം എത്രത്തോളം വില കൊടുക്കണം, ചിന്തിക്കണം. മാത്രമല്ല സൂറ 5:44-47 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് യഹൂദന്മാർ തോറ അനുസരിച്ചും ക്രിസ്ത്യാനികൾ ഇഞ്ചീൽ അനുസരിച്ചും വിധി കൽപ്പിക്കട്ടെ എന്നാണ്. അപ്പോൾ അവരവർക്ക് അവരവരുടെ ഗ്രന്ഥം അനുസരിച്ച് വിധി കൽപ്പിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയൊരു പ്രവാചകന്റെ ആവശ്യം? ഉള്ള ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് വിധി കൽപ്പിച്ചാൽ പോരെ? ഇതൊരു സംശയം. മാത്രമല്ല ബഹുമാനായ മുഹമ്മദിന് പ്രവാചകത്വം ലഭിച്ച വഴി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മോഡറേറ്റർ പറഞ്ഞു ചർച്ച പൂർണ്ണമായ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കണം, ഖുറാനിൽ നിന്ന്. എനിക്കും അത് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഖുറാനിൽ മാത്രം പരിശോധിച്ചാൽ പല കാര്യങ്ങളും കിട്ടുന്നില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന പലതും കിട്ടുന്നില്ല. ഇപ്പൊ പരിച്ഛേദനയെ കുറിച്ച് നോക്കിയാൽ സുന്നത്ത് കഴിക്കുന്നു, അത് ഖുറാനിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹദീസിലേക്ക് പോകേണ്ടി വരുന്നു.
അതുപോലെ തന്നെ എത്ര സമയം നിസ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ നോക്കിയാൽ അത് ഞാൻ ഹദീസിൽ നിന്നാണ് കാണുന്നത്, ഖുറാനിൽ അത് കാണുന്നില്ല. അതുപോലെ സക്കാത്ത് കൊടുക്കേണ്ട എത്ര ശതമാനം കൊടുക്കുന്നത്, അതുപോലെ ഹജ്ജിന് പോകുമ്പോൾ അവിടെ ചെയ്യേണ്ടത്, നിസ്കാരത്തിൽ കൈ കെട്ടേണ്ടത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹദീസിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഖുറാനിൽ നിന്ന് മാത്രം നമുക്കത് കിട്ടുന്നില്ല, രണ്ടാം പ്രമാണമായിരിക്കും ഹദീസിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഖുർആനിലില്ല. അത് നാം ഹദീസുകളിൽ നിന്ന് പരിശോധിക്കേണ്ടി വരും. സഹീഹ് ബുഖാരി വോളിയം 9 പുസ്തകം 87 ഹദീസ് നമ്പർ 111 അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അദ്ദേഹം ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കുന്ന സമയത്ത് മലക്ക് പ്രത്യക്ഷപ്പെടുന്നു. മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വായിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിഞ്ഞു. ഉടനെ അദ്ദേഹത്തെ ഇറുകെ പുണരുകയാണ്, വളരെ ശക്തിയായിട്ട് അങ്ങ് ഞെരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ വിഷമാവസ്ഥയിലായി, അത്ര ശക്തിയായിട്ട് ഞെരിച്ചു. എന്നിട്ട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു വായിക്കാൻ. ഇപ്പോഴും പറഞ്ഞു എനിക്ക് വായിക്കാൻ. പിന്നെയും ഞെരിക്കുന്നു, പിന്നെയും വായിക്കാൻ പറയുന്നു, പിന്നെയും പറയുന്നു എനിക്കറിയില്ല. ഇതിങ്ങനെ 3 വട്ടം ആവർത്തിച്ചു. 3-ാം പ്രാവശ്യം പറഞ്ഞു. 3-ാം പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താണ് വായിക്കേണ്ടത്? അപ്പോൾ പറയുകയാണ് വായിക്കുക, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ് സൂറ 96-ന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. ഇത് കേട്ട ഉടനെ അദ്ദേഹം ഭയവിഹ്വലനായി അവിടെ നിന്ന് ഓടി പുറത്തിറങ്ങി തന്റെ ഭാര്യയായിരിക്കുന്ന ഖദീജയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് എന്നെ പുതപ്പിച്ചു തരണം എന്ന് പറയും. ഉടനെ ഖദീജ അദ്ദേഹത്തെ പുതപ്പിക്കുന്നു. എന്നിട്ട് ഭയമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്കെന്തോ സംഭവിച്ചു എന്ന് ഞാൻ ഭയപ്പെടുന്നു, എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എനിക്കെന്തോ വരാൻ പോകുന്നു, ഞാൻ പേടിച്ചു പോയിരിക്കുന്നു, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഖദീജ ബീവി പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല, താങ്കൾ വളരെ നല്ല മനുഷ്യനാണ്, കുടുംബ ബന്ധങ്ങൾ താങ്കൾ വളരെ നന്നായിട്ട് പുലർത്തിക്കൊണ്ടു പോകുന്നുണ്ട്, അഗതികൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റു പല കാര്യങ്ങളും താങ്കൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു താങ്കളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടുകയില്ല, താങ്കൾക്ക് ഒരു കുഴപ്പവും വരികയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഉറപ്പ് പോലെ അദ്ദേഹം പിന്നെയും ഇത് ചെയ്യുകയാണ് എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഖദീജ ബീവി തന്റെ ബന്ധുവായിരിക്കുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വറഖത്ത് ഇബ്നു നൗഫലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇഞ്ചീൽ അറബി ഭാഷയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 2 കണ്ണും കാണാൻ കഴിയാത്തൊരു വയോവൃദ്ധനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് ഖദീജ ബീവി പറഞ്ഞു പിതൃവ്യപുത്ര, താങ്കളുടെ സഹോദരപുത്രന് സംഭവിച്ചതിനെ കുറിച്ച് താങ്കൾ ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ചോദിച്ചു മുഹമ്മദ് താങ്കൾ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം താൻ കണ്ട കാര്യം വിവരിക്കുകയാണ്. വിവരിച്ചു കഴിഞ്ഞപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്നു ഇത് അള്ളാഹു മൂസയുടെ അടുക്കലേക്ക് അയച്ചിരുന്ന ആ രഹസ്യ സന്ദേശവാഹകനാണ്. നിന്റെ ജനത നിന്നെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പിന്തുണയ്ക്കുമായിരുന്നു. അപ്പോൾ ബഹുമാനായ മുഹമ്മദ് ചോദിച്ചു അവർ എന്നെ ബഹിഷ്കരിക്കുമോ? അവർക്ക് പറഞ്ഞു ബഹിഷ്കരിക്കും. കാരണം നീ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശവുമായി വന്നിട്ടുള്ള ആരും തന്നെ ഇതിനു മുമ്പ് മർദ്ദനത്തിന് വിധേയരാകാതിരുന്നിട്ടില്ല. അവർ ബഹിഷ്കരിക്കും. ആ സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ എല്ലാ സർവ്വവിധ പിന്തുണയും നൽകുമെന്ന്. ഏതായാലും കുറച്ചു നാൾക്കുള്ളിൽ വറക്കം മരിച്ചു. പിന്നെ ദിവ്യ വെളിപ്പാടുകളുടെ വരവ് നിലച്ചു. അപ്പോൾ ബഹുമാനായിരിക്കുന്ന മുഹമ്മദിന് സന്ദേഹമായി, തന്റെ പ്രവാചകത്തെ കുറിച്ച് സംശയമായിട്ട് അദ്ദേഹം ഇബ്നു സാദിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കിതാബുൽ തബാഖത്ത് അൽ കബീറിൽ പറയുന്നത്, ഓ ഖദീജ എനിക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. എന്തായാലും അദ്ദേഹം പിന്നീട് മലയുടെ മുകളിലേക്ക് കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെ അദ്ദേഹം ഉച്ചിയിലെത്തി കഴിഞ്ഞപ്പോൾ അതാ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു ഓ മുഹമ്മദ്, താങ്കൾ അള്ളാഹുവിന്റെ സത്യ അപ്പോസ്തലനാണ്, ഞാൻ ജിബ്രീലാണ്. അപ്പൊ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി അദ്ദേഹം താഴേക്ക് ഇറങ്ങി. വീണ്ടും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് വെളിപ്പാടുകൾ കിട്ടാതാവുമ്പോൾ ആകെ ടെൻഷനായി വീണ്ടും ആത്മഹത്യ കയറുന്നു. പിന്നെയും മലക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇത് പലവട്ടമായി ഇങ്ങനെ ആവർത്തിച്ചതായിട്ട് പറയുന്നു. ഇത് സഹീഹ് ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. ആത്മാക്കളെ വിവേചിക്കാനുള്ള ശേഷി ബഹുമാനായ മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, 1 യോഹന്നാൻ 4:1 പറയുകയാണ്, പ്രിയമുള്ളവരെ പള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയെന്ന് ശോധന ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൽപ്പന കിട്ടിയിരിക്കുന്നതാണ്. അത് ഞങ്ങൾക്കത് ശോധന ചെയ്യാനുള്ള കഴിവും ദൈവം തന്നിട്ടുണ്ട്. ആത്മാക്കളെ ശോധന ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഗലാത്യർ 1:8-9 അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്.
ശപിക്കപ്പെട്ടവനാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം എന്ന് പറഞ്ഞിട്ട് ഇത് മുൻപുള്ള വെളിപ്പാടിനെതിരായിട്ടൊരു കാര്യം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. മത്തായി 24 കർത്താവും ഈ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആത്മാക്കളെ വിവേചിക്കും. ഒരു കാര്യം കാണുമ്പോൾ ഇത് എവിടെ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതാണോ, മാനുഷികമാണോ, സാധാന്യമാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. എന്നാൽ ഇവിടെ പ്രവാചകൻ അല്ലെങ്കിൽ സന്ദേശം കിട്ടിയെന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ആത്മാവിനെ വിവേചിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ആത്മാവ് ഏതാണെന്ന് അറിയാൻ വേണ്ടി മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോകേണ്ടി, രണ്ട് വ്യക്തിയുടെ അടുത്തേക്ക്, ഒരു സ്ത്രീയുടെ അടുത്തേക്കും പിന്നെ അവിടെ നിന്ന് വേറൊരു ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരും. ഇത് അദ്ദേഹം പ്രവാചകനാണെന്ന് അംഗീകരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവം വ്യക്തമായിട്ട് വിളിക്കുകയാണ് ഓരോരുത്തരെ. ബൈബിളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ദൈവം വിളിച്ച് അവരോട് പറയും, നിന്നെ ഞാൻ ഇന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു, നീ എനിക്ക് വേണ്ടി ഈ ജനത്തോട് സംസാരിക്കുക എന്ന് ദൈവം നേരിട്ട് പറയുന്നതായിട്ടാണ് ബൈബിളിലൊക്കെ കാണുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല. അദ്ദേഹം അന്വേഷിക്കുകയാണ് എവിടെ നിന്നാണ്. മാത്രമല്ല, രണ്ടാമത്തെ എൻ്റെ ഒരു സംശയം, ബഹുമാനായ മുഹമ്മദിന്റെ അടുക്കൽ വന്ന മലക്ക് എന്തുകൊണ്ട് തന്റെ പേര് വെളിപ്പെടുത്തിയില്ല? ബൈബിളിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേലിനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പറയുമ്പോൾ അവിടെ ദാനിയേലിനോട് പേര് പറയുന്നുണ്ട്, ദാനിയേൽ 8:16 പറയുന്നു. അതുപോലെ പുതിയ നിയമത്തിലാണെങ്കിൽ സഖരിയ പുരോഹിതനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ തന്റെ പേര് പറയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു എന്ന് ലൂക്കോസ് 1:19 നമുക്ക് കാണാനായിട്ട് കഴിയും. അപരിചിതനായ ഒരാളുടെ അടുക്കൽ ആദ്യമായി ചെല്ലുമ്പോൾ തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നലെ ബഹുമാനായ സജീവ് ബുഹാരി പറഞ്ഞു, ഒരു അംബാസഡർ ചെല്ലുമ്പോൾ ഞാൻ അംബാസഡർ പരിചയപ്പെടുത്തും, ഇന്ന ആളാണ്. അംബാസഡർ എന്ന് പറയുന്നത് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. എല്ലാവരും മനുഷ്യർ തന്നെയാണ്, മനുഷ്യരുടെ മുമ്പാകെ തന്നെയാണ് പോകുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യനല്ല, ഈ ഭൂമിയിൽ നിന്നല്ല പുറമേ നിന്ന് ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും പരിചയപ്പെടുത്തണം. കാരണം മറ്റേത് അംബാസഡർ കുറഞ്ഞ വർഷം മനുഷ്യനെങ്കിലും ആണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും, അത്ര പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. അദ്ദേഹം ഭയന്ന് വിറച്ചുപോയി. എന്തുകൊണ്ട് പരിചയപ്പെടുത്തില്ല? തന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് എനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നി സ്വാഭാവികമായ സംശയമാണ്. അതിന് ഉത്തരം അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, മൂന്നാമത്തെ സംശയം, വായിക്കാൻ അറിയാത്ത ഒരാളോട് വായിക്കാൻ ആവശ്യപ്പെടുന്നത് മനസ്സിലാകുന്നത് അന്ന് ഹിറാ ഗുഹയിൽ ബഹുമാനായ മുഹമ്മദിന്റെ അരികിൽ വന്ന മലക്കിനെ അയച്ചെന്ന് പറയുമ്പോൾ അല്ലാഹുവിനോ അദ്ദേഹത്തെ കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ലെന്നാണ്. കാരണം വായിക്കാൻ അറിയാത്ത ഒരാളെ എത്ര ഞെക്കി പിടിച്ച് പിഴിഞ്ഞാലും എന്തൊക്കെ ചെയ്ത ആൾക്ക് വായിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ ചെയ്ത എന്താ കാര്യം? അപ്പൊ എന്തുകൊണ്ടാണ് വായിക്കാൻ അറിയാത്ത ഒരാളോട് വായിക്കാൻ പറഞ്ഞത്? അവരുടെ അറിവില്ലായ്മ കാണിക്കുക. ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ അറബി തരുന്നു, നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ എനിക്കറിയാം, നിങ്ങൾക്ക് അറബി വായിക്കാൻ അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതേസമയം ഞാൻ നിങ്ങളുടെ അടുത്ത് ഫ്രഞ്ചോ അല്ലെങ്കിൽ ഡച്ചോ ജർമ്മനോ കൊണ്ടുവന്നിട്ട് പറയണമെന്ന് വായിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് വായിക്കാൻ അറിയില്ല എന്നുള്ള എനിക്ക് അറിയില്ലെന്ന്, എന്റെ അറിവില്ലായ്മയാണ്. മാത്രമല്ല, നാലാമത്തൊരു സംശയം, ബഹുമാനായ മുഹമ്മദിനെ അള്ളാഹുവിന്റെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആദ്യ സന്ദർശനത്തിൽ തന്നെ മലക്ക് പറയാതിരുന്നത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ആത്മഹത്യ ചെയ്യാനുള്ളതും പിന്നെ ഈ ഭ്രാന്ത് പിടിച്ചോ എന്നുള്ള വിഷമവും ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതൊന്നും മലക്ക് പറഞ്ഞില്ല. അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു സംശയം. മാത്രമല്ല, അഞ്ചാമത്തെ ഒരു സംശയം, ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിളിലെ ദൈവം തന്റെ പ്രവാചകന്മാരെ വിളിക്കുമ്പോൾ വ്യക്തമായിട്ട് അവരെ പേര് വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു, നീ ശുശ്രൂഷ ചെയ്യണം. അതിന് അവർ സംശയം ചോദിക്കുന്ന സമയത്തെല്ലാം ആവശ്യമായ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ദർശനം കാണിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്യാനുള്ള ശക്തി കൊടുക്കുന്നു, പല വിധത്തിലാണ്. എന്നാൽ ഇവിടെ ഇതേ വിധം അള്ളാഹു എവിടെയെങ്കിലും ബഹുമാനായ മുഹമ്മദിനോട് ഞാൻ നിന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്? ഖുർആനിലോ ഇതര ഗ്രന്ഥങ്ങളിലോ കാണാനായിട്ട് അള്ളാഹു നേരിട്ട് പറയാം, ഞാൻ നിന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇതുവരെ വായിച്ചിട്ട് എനിക്ക് ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം. ഇല്ല എന്നാണെങ്കിൽ ഇത് അദ്ദേഹം സ്വയമായിട്ട് അവകാശപ്പെട്ടതാണ്. സ്വയമായിട്ട് അവകാശപ്പെട്ടിട്ടാണ് പറയുന്നത് ഞാൻ പ്രവാചകനാണെന്നുള്ളത്. സ്വയമായിട്ടുള്ള അവകാശവാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? മാത്രമല്ല, ആദ്യത്തെ ഈ വെളിപ്പാട് കിട്ടിയതിനു ശേഷം, എൻ്റെ അടുത്തൊരു സംശയമാണ്, ആദ്യത്തെ വെളിപ്പാട് കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് പ്രവാചകത്വത്തെ കുറിച്ച് ഉറപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ദൈവവുമായി അള്ളാഹുമായി ബന്ധപ്പെടുന്നതിന് മുൻപ് വരേക്ക് അദ്ദേഹം സമാധാനത്തോടെ ജീവിച്ച മനുഷ്യനാണ്. ആൾക്കൊരു പ്രശ്നവുമില്ല, ആൾ നല്ല കുടുംബബന്ധത്തിൽ കുഴപ്പമില്ലാതെ സമാധാനത്തോടുകൂടെ അദ്ദേഹം ജീവിക്കുകയാണ്. എന്നാൽ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ മലക്കുമായിട്ടുള്ള ബന്ധം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സമാധാനം നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നത്. ആൾ ഭ്രാന്ത് പിടിച്ചോ എന്ന് ആൾ പേടിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു, പുറപ്പിച്ചു തരാൻ പറയുന്നു, എനിക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ഭയപ്പെടുന്നു, പിന്നെ ആത്മഹത്യ ചെയ്യാൻ. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുന്നത്? മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ഭാര്യയും വർക്കയും ഉറപ്പ് കൊടുത്തു. അവർ ഉറപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങിയതാൽ പ്രവാചകനാണ്. അവരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്നെ സ്വയമായിട്ട് പ്രവാചകനായിട്ട് വിലയിരുത്തിയത്. വാസ്തവത്തിൽ അവരന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് അങ്ങനെയല്ല വേറെ എന്തെങ്കിലുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ. പക്ഷേ എന്റെ സംശയം, ഇവർക്ക് ഇങ്ങനെ വർക്കിക്കും അതുപോലെ ഗതിജാബിക്കും ഈ പറഞ്ഞ കാര്യത്തിന് അവരെന്ത് ഉറപ്പിന്റെ പുറത്താണ് അവരത് പറഞ്ഞത്? അവർക്ക് എങ്ങനെ അറിയാം?
അവർക്ക് ഇതിനു മുമ്പ് വേറെ വല്ല ഈ മലക്കുകളുമായിട്ട് ഇടപെട്ട് പരിചയമുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലക്ക് അവരോട് ഒന്ന് സംസാരിച്ചിട്ട് അവർക്ക് അറിയാമോ ഇതിങ്ങനെയൊക്കെയാണ് മലക്കാണെന്ന്? കണ്ട ആൾക്ക് മനസ്സിലായിട്ടില്ല, കണ്ട ആള് അനുഭവിച്ച ആൾക്ക് ഇത് പിടികിട്ടിട്ടേ ഇല്ല. ആളൊരാളോട് പറഞ്ഞ ആൾക്കും പിടികിട്ടിട്ടില്ല. പറഞ്ഞ ആൾ പിന്നീട് തന്റെ ബന്ധുവിനോട് പോയി പറയുമ്പോൾ അദ്ദേഹം ആണ് പറയുന്നത് ഇത് മലക്കാണെന്ന്. കണ്ട ആൾക്കും ആദ്യമായി കേട്ട ആൾക്കും മനസ്സിലായിട്ടില്ല, കേട്ട ആളിൽ നിന്ന് കേട്ട ആളാണ് പറയുന്നത് ഇത് മലക്കാണ്. ഇതെല്ലാം എങ്ങനെയാണ് ശരിയായിട്ട് വരുന്നത്? പ്രവാചകത്വത്തിന് ഇത് എങ്ങനെയാണ് യോജിച്ചു വരുന്നത്? ഇത് സംശയമാണ്. മാത്രമല്ല സൂറ 2:282 അനുസരിച്ച് ഏതൊരു കാര്യത്തിന് 2 സാക്ഷികൾ ആവശ്യമാണ്. രണ്ട് സാക്ഷികൾ, സ്ത്രീകളാണെങ്കിൽ 4 സാക്ഷികൾ എന്ന് പറയും. വ്യഭിചാരത്തിന് 4 സാക്ഷികൾ വേണം, പുരുഷനായാലും 4, ബാക്കിയുള്ള 2. ഈ തത്വം ബഹുമാനായ മുഹമ്മദിന്റെ പ്രവാചകത്വ അവകാശത്തിനും ബാധകമാണ്. 2 സാക്ഷികൾ അദ്ദേഹം കൊണ്ടുവരേണ്ടതുണ്ട്. എവിടെ? മലക്കിനെ താൻ കണ്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. വേറെ ആരും മലക്കിനെ കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? കേവലം ഞാൻ പറയാണ് ഞാൻ പ്രവാചകനാണെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ മലക്കിനെ കണ്ടു. നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല. നിങ്ങളപ്പോ എന്റെ വാക്ക് വിശ്വസിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പ്രവാചകൻ തന്നെ. അതെങ്ങനെ യുക്തിപരമായിട്ട് ശരിയാകും? ബൈബിളിൽ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. പ്രവാചകൻ തന്റെ പ്രവാചകത്വത്തിന്റെ അടയാളമായിട്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നു, അധികാരത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു കാര്യം നമ്മളിവിടെ കാണുന്നില്ല. ഈ 2 സാക്ഷികൾ വേണമെന്നുള്ള ഖുർആന്റെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വ പദവി, ആ പദവിക്ക് അദ്ദേഹം അയോഗ്യനാണെന്നുള്ളത്. മാത്രമല്ല ബഹുമാനായ മുഹമ്മദിന് ഒന്നാമതായി ലഭിക്കുന്ന കൽപ്പനയാണ് വായിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വായിക്കുക. അത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം നിരക്ഷരനായിരുന്നു. അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല. 40 വയസ്സുള്ള സമയത്താണ് ആദ്യത്തെ വഹി കിട്ടുന്നത്. നിരക്ഷരനാണ്. അപ്പൊ 40 വയസ്സായി നിരക്ഷരനായിരിക്കുന്ന ഒരു കുറ്റമൊന്നുമല്ല. അങ്ങനത്തെ സാഹചര്യമാണ് അദ്ദേഹത്തിന് ബാല്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് അദ്ദേഹം 23 വർഷം ജീവിച്ചിരുന്നു. 23 വർഷം കൊണ്ട് ഒരു മനുഷ്യനെ എഴുതാനും വായിക്കാനും പഠിക്കാൻ പറ്റും. മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന വായിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കലും അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒന്നാമത്തെ കൽപ്പന പോലും അനുസരിക്കാൻ മനസ്സ് വയ്ക്കാത്ത ആളെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട്? അതും എന്റെ ഒരു സംശയമാണ്. ഇത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വ അവകാശ തള്ളിക്കളയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. മാത്രമല്ല മുൻ വെളിപ്പാടുകൾക്കെതിരായിട്ട് പ്രവാചകൻ സംസാരിക്കാൻ പാടില്ല എന്ന് തുടർച്ചയാണ്. അബ്രാഹ്ലാനത്തി പറയുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം സംസാരിച്ചു. അപ്പോൾ തുടർച്ചയാണ് വരുന്നത്, ഒരിക്കലും മുൻപുള്ളതിനെതിരല്ല. എന്നാൽ ആവർത്തനം 24-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ വീണ്ടും വിവാഹം കഴിക്കരുത്. അത് യഹോവയ്ക്ക് അറപ്പാകുന്ന കാര്യമാണ്. ദേശം മലിനമാക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരു വിവാഹം കഴിച്ചു, ഡൈവോഴ്സ് ചെയ്തു, പിന്നെ ഒരിക്കലും വിവാഹം കഴിക്കരുത്. എന്നാൽ സൂറ 2:230 കാണുന്നത് ഒരാൾ തലാക്ക് ചൊല്ലിയ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് അവൻ അവളെ തലാക്കില്ല, ആദ്യത്തെ ആൾക്ക് അവളെ വീണ്ടും വിവാഹം കഴിക്കും. യഹോവയ്ക്ക് അറപ്പായിട്ടുള്ള കാര്യം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആളെ എങ്ങനെയാണ് പ്രവാചകനായിട്ട് പരിഗണിക്കാനായിട്ട്? മാത്രമല്ല മുൻ വെളിപ്പാടുകൾക്കെതിരെ മാത്രമല്ല, തന്നിലൂടെ വന്ന വെളിപ്പാടുകൾ, അത് പുതിയ വെളിപ്പാടുകൾക്കെതിരെയായിട്ടും പ്രവാചകൻ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം തന്നെ ലംഘിച്ചു. അങ്ങനെ വന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ വാക്കിന് എന്താ വിലയുള്ളത്? ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞു, ഇന്ന് അതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്നെ വിലവയ്ക്കില്ല എന്ന് എനിക്കറിയാം. ആരെയും നമ്മൾ വിലവയ്ക്കില്ല. ഇവിടെ ബഹുമാനായ മുഹമ്മദ് കാര്യവും ലംഘിച്ചു എന്ന് നമുക്ക് ഖുർആന്റെ അടിസ്ഥാനത്തിൽ കാണാനായിട്ട് കഴിയും. സൂറ 2:234-235 അനുസരിച്ച് ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീയുടെ ഇദ്ധാകാലം അഥവാ ദീക്ഷാകാലം എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസവുമാണ്. ഇക്കാലത്തിനുള്ളിൽ ആ സ്ത്രീകളോട് നിങ്ങൾ വിവാഹാഭ്യർത്ഥന സൂചിപ്പിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിൽ വെക്കണം. അല്ലാതെ വിവാഹം കഴിക്കാൻ പാടില്ല. 4 മാസവും 10 ദിവസവും കഴിഞ്ഞ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ ബഹുമാനായ മുഹമ്മദ് ഗൈബർ ഗോത്രത്തെ ആക്രമിച്ച് സഫിയയെ ഭാര്യയായി എടുത്തതിനെ കുറിച്ച് ഹദീസുകളിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 84 പറയുന്നത് അദ്ദേഹവും സംഘവും ഖൈബർ ആക്രമിച്ച് ശത്രുക്കളെ വധിക്കുകയും കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് സ്ത്രീകളെ വിഭാഗിച്ചെടുത്തു. ദിഹിയത്ത് എന്ന് പറയുന്ന ഒരുത്തനാണ് സഫിയ ആദ്യം കിട്ടുന്നത്. അപ്പൊ സഹായിമാർ വന്നിട്ട് സഫിയയുടെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനായ മുഹമ്മദ് 7 അടിമ പെൺകുട്ടികളെ കൊടുത്ത് സഫിയയെ തന്റേതാക്കി മാറ്റി. എന്നിട്ട് അവരുടെ ഭർത്താവും പിതാവും അതുപോലെ ഭർത്തൃപിതാവും മറ്റു ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിലാണ്. അത് കഴിഞ്ഞ് ആക്രമണം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത്, ഗൈബറിൽ നിന്ന് മടങ്ങി പോകുന്ന സമയത്ത് ആ രാത്രിയിൽ തന്നെ ബഹുമാനായ മുഹമ്മദ് സഫിയോടൊപ്പം കിടക്ക പങ്കിട്ടു എന്ന് എന്റെ കയ്യിൽ മുസ്ലിമിനുണ്ട്. അപ്പോൾ
സൂറ 234 235 പറയുന്നത് യുദ്ധാകാലം എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസമാണ്. അദ്ദേഹം അത് ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല വീണ്ടും വേറെടുത്ത് പറഞ്ഞ് അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റ് സ്ത്രീകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവുന്നില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ നിങ്ങൾ ഭാര്യയെ പോലെ സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ 2, 3, 4 പേരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അവർക്കിടയിൽ തുല്യനീതി പുലർത്തുകയും വേണം എന്നാണ് ഖുർആന്റെ അധ്യാപനം. എന്നാൽ നാം താഴോട്ട് നാം ഹദീസുകളിലേക്ക് പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 17 ഹദീസ് നമ്പർ 51 കാണുന്നത് ബഹുമാനായ മുഹമ്മദ് 4 സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവർക്കിടയിൽ നീതി പുലർത്താതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഭാഗം വായിക്കാം. നിവേദനം: ഞങ്ങൾ സരിഫ എന്ന സ്ഥലത്ത് ഇബ്നു അബ്ബാസിന്റെ കൂടെ നബിയുടെ പത്നി മൈമുനയുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇത് നബിയുടെ ഭാര്യയാണ്. അവരുടെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ ചുമന്നാൽ നിങ്ങൾ അത് ഇളക്കരുത്, കുലുക്കുകയും ചെയ്യരുത്. നിങ്ങൾ സൗമ്യത കാണിക്കണം. നബിയുടെ അരികെ 9 ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 8 പേർക്ക് അദ്ദേഹം ദിവസം ഭാഗിച്ചിരുന്നു, ഒരാൾക്ക് ദിവസം ഭാഗിച്ചിരുന്നില്ല. 9 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ 4 എന്നുള്ളത് മാറ്റി 9 ആക്കി അദ്ദേഹം. മാത്രമല്ല അവർക്കിടയിൽ അദ്ദേഹം ദിവസം ഭാഗിച്ചത് കൃത്യമായിട്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും പറയുന്നു, അങ്ങനെ ദിവസം വിഭജിച്ച് നൽകാത്ത ഭാര്യ ഹുയൈ ഇബ്നു അഖ്തബിന്റെ മകൾ സഫിയ ആയിരുന്നു എന്നും പറയുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞ ഖുർആൻ സൂറ 4:3 എതിരായിട്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. മാത്രമല്ല ഖുർആനിലെ മാത്രമല്ല ഹദീസുകളിൽ തന്നെ നോക്കിയാൽ താൻ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതായിട്ട് കാണാം. അബാൻ നിവേദനം: ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഇഹ്റാമിൽ പ്രവേശിച്ചവൻ വിവാഹം കഴിക്കുകയോ വിവാഹം നടത്തി കൊടുക്കുകയോ വിവാഹാന്വേഷണം നടത്തുകയോ ചെയ്യരുത്. ഹജ്ജിന് പോകുമ്പോൾ ഇഹ്റാമിലായിരിക്കുന്ന അവസ്ഥയിൽ വിവാഹം കഴിക്കരുത്, വിവാഹം നടത്തി കൊടുക്കരുത്, വിവാഹാന്വേഷണം നടത്തരുത്. ഇതാണ് പറയുന്നത് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 41. എന്നാൽ താഴോട്ട് വരുന്ന സമയത്ത് 46-ാമത്തെ ഹദീസിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. അബൂ ഷാസ നിവേദനം: ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു, നബി ഇഹ്റാമിൽ പ്രവേശിച്ചവനായിരിക്കെ മൈനൂനയെ വിവാഹം കഴിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഇഹ്റാമിൽ പ്രവേശിച്ച അവസ്ഥയിൽ വിവാഹം കഴിക്കരുത്, വിവാഹം നടത്തി കൊടുക്കരുത്, വിവാഹാന്വേഷണം നടത്തരുത്. പക്ഷെ താഴോട്ട് വരുന്ന സമയത്ത് കാണുന്നത് അദ്ദേഹം മൈനൂനെ വിവാഹം കഴിച്ചതാണ്. തന്റെ താൻ പറഞ്ഞതിന് തന്നെ അദ്ദേഹം ലംഘിച്ചു. മാത്രമല്ല പ്രവാചകന്മാർ സമൂഹത്തിന് മാതൃകയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ബൈബിളിലെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത് സകല മനുഷ്യരും പാപികളാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദാസം നഷ്ടപ്പെട്ടവരായി തരും. പാപികളായ മനുഷ്യരിൽ നിന്നാണ് ദൈവം പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എന്നാൽ വന്നുപോയ തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ അവർ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരികെയാണ്. അല്ലാതെ ആ തെറ്റൊരിക്കലും നിയമമായിട്ട് കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടേക്ക് വരെ നമ്മൾ കാണുന്നത് ചില കാര്യങ്ങൾ. ആയിഷ നിവേദനം: ആയിഷ പറയുകയാണ്, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 69 പറയുകയാണ്, റസൂൽ എനിക്ക് 6 വയസ്സായപ്പോൾ എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. 9 വയസ്സായപ്പോൾ അവളുമായി വീട് കൂടുകയാണെങ്കിൽ ദാമ്പത്യം എന്ന് ആരംഭിക്കുകയാണ്. ഇതിലൂടെ സമൂഹത്തിന് എന്ത് മാതൃകയാണ് കൊടുക്കാനുള്ളത്? പ്രവാചകൻ എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ഇതിലൂടെ എന്ത് മാതൃകയാണ് കൊടുക്കാനുള്ളത്? ഇവിടെ പല ന്യായീകരണങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ കാര്യം പലരോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ സംശയം തീർക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ വേറൊരു ഹദീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ന്യായീകരണം ശരിയല്ല. ഹദീസ് ഇങ്ങനെയാണ്. അവിടെ പറയുന്നത് ജാബിർ ഇബ്നു അബ്ദുള്ള പറയുകയാണ്, താൻ ഒരു യുദ്ധം കഴിഞ്ഞ് ബഹുമാനായ മുഹമ്മദിനോടൊപ്പം മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജാബിറിന്റെ ധൃതി കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജാബിർ നീ എന്താണ് ഇത്ര ധൃതി പിടിക്കുന്നത്? ഞാൻ വിവാഹം കഴിച്ച പുതുമാരനാണ്. അവിടെ ചോദിച്ചു, നീ വിധവയാണോ കന്യകയാണോ വിവാഹം കഴിച്ചത്? ജാബിർ പറഞ്ഞു, വിധവയാണ്. അപ്പോ നബി പറയുകയാണ്, നിനക്ക് അവളോടും അവൾക്ക് നിന്നോടും കളിക്കാൻ പറ്റുന്ന ഒരു കന്യകയെ വിവാഹം ചെയ്യാമായിരുന്നു. അപ്പൊ നിനക്ക് അവളോടും അവൾക്ക് നിന്നോടും കളിക്കാൻ പറ്റുന്ന ഒരു കന്യകയെ വിവാഹം ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിക്കും. കന്യകയെ വിവാഹം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ 9 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുക. അതിനെക്കുറിച്ച് ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ആൾക്ക് ഇത് ശരിയായിട്ടുള്ള കാര്യം. മാത്രമല്ല സൈനബുമായിട്ടുള്ള വിവാഹം ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മകനായിരിക്കും, വളർത്തുമകനായ സയ്യിദ് ഇബ്നു ഹാരിത്തിന്റെ ഭാര്യയായിരുന്നു സൈനബ. സൈനബയെ സയ്യിദ് വിവാഹമോചനം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ബഹുമാനായ മുഹമ്മദ് വിവാഹം ചെയ്യുക. ഇതിലൂടെ എന്ത് മാതൃകയാണുള്ളത് കൊടുക്കാനായിട്ട്? മാത്രമല്ല വേറൊരു കാര്യം, പ്രവാചകന്മാർക്ക്
ദുരാത്മാക്കളുടെ മേൽ അധികാരവും അവയെ കീഴടക്കാനുള്ള ശക്തിയും ദൈവം നൽകിയിട്ടുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രവാചകന്മാർക്ക് ദുരാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുന്ന സമയത്ത് നാം കാണുന്നത് അങ്ങനെയല്ല. അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു. ഒരു യഹൂദൻ, ജൂതന്മാരിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിനെ മന്ത്രവാദം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 49. അദ്ദേഹത്തിന് മന്ത്രവാദം ചെയ്തിട്ട് അദ്ദേഹം താൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ചെയ്യാത്ത കാര്യങ്ങൾ താൻ ചെയ്തു എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി. മാത്രമല്ല അവസാനം ഈ സ്ഥലത്ത് മന്ത്രവാദം ചെയ്തിട്ടിരിക്കുന്ന, കൂടോത്രം ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് ആ കാര്യം ശരിയാക്കിയിട്ട് വരുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയാണ്, ആ ഒരു കിണറ്റിലാണ് ഈ സംഭവമാണ് പറഞ്ഞാൽ ആ കിണറ്റിലെ വെള്ളം മൈലാഞ്ചി ചീഞ്ഞൊലിക്കുന്ന വെള്ളം പോലെ അവിടുത്തെ ഈത്തപ്പന ശൈത്താന്മാരുടെ തല പോലെയും ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം ഒന്ന് പറയുന്നത്. ഇവിടെ ബൈബിൾ അനുസരിച്ച് ദുരാത്മാക്കളുടെ മേൽ സമ്പൂർണ്ണമായ അധികാരം ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രവാചകന്മാർ വിശ്വാസികൾക്കും ഉണ്ട്. അത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്ക് അത് കൊടുത്തിട്ടുണ്ട്, ശിഷ്യന്മാർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വരുമ്പോൾ വിശ്വാസിയല്ല, കേവലം ഒരു വിശ്വാസിയല്ല, പ്രവാചകനെന്ന് അവകാശപ്പെടുന്ന ആൾ ഇതാ മന്ത്രവാദത്തിന് കീഴിലായതായിട്ട് മുസ്ലിമിൽ നാം കാണുന്നു. ബുഖാരിയിലും അത് തന്നെ അത് പറയുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ദുരാത്മാക്കൾക്ക് കീഴടങ്ങുന്ന, മന്ത്രവാദത്തിന് കീഴടങ്ങുന്ന ഒരാളെ എങ്ങനെയാണ് പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പറ്റും? മാത്രമല്ല ദൈവത്തിൽ നിന്നുള്ള പ്രവാചകൻ തന്റെ പ്രവാചകത്തിൽ തെളിവായി അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നിരുന്നതായിട്ട് ബൈബിൾ കാണാം. എന്നാൽ ബഹുമാനായ മുഹമ്മദിന് അമാനുഷിക കൃത്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ഖുർആൻ സാക്ഷീകരിച്ചു. അദ്ദേഹം അത്ഭുതം ചെയ്തു എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ റഫറൻസുകൾ പറയാം. സൂറ 10:20, 13:7, 6:37, 109, സൂറ 11:12, സൂറ 13:27, 17:90 മുതൽ 92 വരെ, 20:133, 21:5, 25:7, 8 ആയത്തുകൾ. ഇവിടെയൊക്കെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്, നീ അള്ളാഹുവിൽ നിന്നുള്ളവനാണെങ്കിൽ ഞങ്ങൾക്കൊരു അത്ഭുതം ഒന്ന് കൊണ്ട് കാണിച്ചതാ, ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ, ഞങ്ങൾ കാണട്ടെ, ഞങ്ങളൊന്ന് സമ്മതിക്കാം, നീ ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ പറയുന്ന മറുപടി ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹുവിന്റെ പക്കലിരിക്കുന്നു, ഞാൻ വെറും ഒരു മനുഷ്യൻ മാത്രം, ഞാൻ ഒരു താക്കീതുകാരൻ മാത്രമല്ലേ എന്നുള്ളതാണ്. ഞങ്ങൾക്കിന് എനിക്ക് പറയാനുള്ള മറുപടി, ബൈബിളിലെ പ്രവാചകന്മാരും ഇങ്ങനെ തന്നെ സാധാരണ മനുഷ്യരായിരുന്നു. അവർക്കൊരു അത്ഭുതം, ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, സാധാരണ മനുഷ്യർ. പക്ഷെ ദൈവത്തിന്റെ പ്രവാചകന്മാരായി അവർ തീർന്നപ്പോൾ പ്രവാചകന്മാരായ ശക്തി ഇവിടെ അത് കാണുന്നില്ല. മാത്രമല്ല ഈ സമകാലീനർക്ക്, ഇതിങ്ങനെ തെളിവ് ചോദിച്ച സമകാലീനർക്ക് ബഹുമാനായ മുഹമ്മദിനെ കുറിച്ചും അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെ കുറിച്ചും എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഖുർആനിൽ പറയുന്നത് സൂറ 21:5 പറയാണ്, പാഴ്ക്കിനാവുകൾ കണ്ട വിവരമാണ് മുഹമ്മദ് പറയുന്നത്, അല്ല അത് അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് ജനങ്ങൾ പറയാം. സൂറ 15:6 പറയാണ്, നീ ഒരു ഭ്രാന്തനാണ്. സൂറ 23:25 പറയുന്നു, ഇവൻ ഭ്രാന്ത് ബാധിച്ച മനുഷ്യനാണ്. സൂറ 25:4 പറയുന്നു, ഖുർആൻ അവൻ കെട്ടിച്ചമച്ച് നുണമാകുന്നു, നുണ മാത്രമാകുന്നു, വേറെ ചില ആളുകളെ അവൻ സഹായിക്കുന്നു. സൂറ 25:5 പറയുന്നു, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്, ഇവനത് എഴുതി വെച്ചിരിക്കുന്നത്, രാവിലെയും വൈകുന്നേരവും അവനെ വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു. സൂറ 25:8 പറയുന്നു, മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു. ഇങ്ങനെ ജനങ്ങൾ പറയുന്നത് മാരണം ബാധിച്ച ആളാണ് ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടായിരുന്നു. ഈ ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചു, അയ്യോ പ്രവാചകനെ കുറിച്ച്, ഒരു പ്രവാചകനെ അവകാശപ്പെടുന്ന ആളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം ഖുർആനാണ് വായിക്കുന്നത്. പിന്നീടാണ് മറ്റു ഹദീസ് മനസ്സിലായി. ഖുർആനെ കൊണ്ട് പൂർത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മറ്റ് ഇതര ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ജനങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞാൻ 2-3 ഹദീസുകൾ തരാം. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 141 പറയുകയാണ്, അബൂ സയ്യിദുൽ ഖുദ്രി നിവേദനം, റസൂൽ പറഞ്ഞു, മദീനയിൽ ഒരു കൂട്ടം ജിന്നുകളുണ്ട്, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പാമ്പുകളെ വല്ലവരും കണ്ടാൽ 3 ദിവസം അവർക്ക് സാവകാശം നൽകണം, അതിനുശേഷം അവയെ കണ്ടാൽ കൊല്ലണം, അത് പിശാചാകും. വീണ്ടും വേറെ ഹദീസിൽ പറയണം, അബൂ ഹുറൈറയുടെ ഹദീസാണ്. അബൂ ഹുറൈറ നിവേദനം, റസൂൽ പറഞ്ഞു, ഒരാൾ ഒറ്റ അടിക്ക് ഒരു പല്ലിയെ കൊന്നാൽ അവന് ഇത്ര നന്മ. രണ്ടാമത്തെ അടിക്കാണ് വന്നതെങ്കിൽ ഒറ്റ അടിക്ക് വന്നതിനേക്കാൾ കുറഞ്ഞ നന്മ. മൂന്നാമത്തെ അടിക്കാണ് വന്നതെങ്കിൽ രണ്ടാമത്തെ അടിക്ക് വന്നതിനേക്കാൾ കുറഞ്ഞ നന്മ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 146. നീ പാമ്പിനെയും പല്ലിനെയും ഇങ്ങനെ കൊല്ലാൻ പറഞ്ഞ ആള് പൂച്ചയുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. അബ്ദുള്ള നിവേദനം, റസൂൽ പറഞ്ഞു, ഒരു പൂച്ച കാരണമായ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു, അതിനെ അവൾ ബന്ധനത്തിലാക്കി, അങ്ങനെ അത് ചത്തു, അത് കാരണം അവൾ നരകത്തിൽ പ്രവേശിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 150. ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നു, ഒരു തെളിവ് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നില്ല, ഒരു ദൃഷ്ടാന്തം എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നു ഞാൻ പ്രവാചകനാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ പറയാണ്, പൂച്ചനെ കൊന്നാൽ നിങ്ങൾ നരകത്തിൽ പോകും, പല്ലിനെ ഒറ്റയടിക്ക് കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രതിഫലം. പിന്നെ ഇവിടെ കുറെ പാമ്പുകളുണ്ട്, അത് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച് പാമ്പായി നടക്കുന്നതാണ്, അത് പിശാചാണ്, അതിന് 3 ദിവസം വരെ കൊല്ലാണ്ട് പിന്നെ കൊന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാല് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നെ പറ്റി എന്ത് പറയും? ഒരു തെളിവില്ലാതെ പ്രവാചനാന്ന് അവകാശപ്പെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ സുബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്തുണ്ട്. ഇവിടെ അത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം
നാട്ടുകാർ പറഞ്ഞ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്ന്, വീട്ടുകാർ പറഞ്ഞ അദ്ദേഹത്തിന് മാരണം ബാധിച്ചു, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ വന്ന തോന്നലുകളുടെ അടിസ്ഥാനമാണ് ഈ സന്ദേശം, ഇന്ന് ഖുർആൻ എന്ന് പറയുന്ന സന്ദേശം എന്നാണ് എനിക്ക് ഇത് പഠിച്ചത് മനസ്സിലായത്. അദ്ദേഹത്തിന് പലതും തോന്നാൻ തുടങ്ങി. അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് തോന്നി, പലതും തോന്നാൻ തുടങ്ങി. അങ്ങനെ തോന്നി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തു ദൈവപുത്രനല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. വസ്തുതയൊക്കെ ഉള്ളതാണ്. ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തോന്നി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചദ്ദേഹത്തിന് തോന്നിയെന്ന് ആയിഷ പറയുന്നുണ്ട്. മാത്രമല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇതൊക്കെ തോന്നലുകൾ മാത്രമാണ്, സത്യവുമായി യാതൊരു പുലബന്ധവും പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. മാരണം ബാധിച്ചൊരു മനുഷ്യന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ വിധത്തിൽ അതിനെ കാണുമ്പോൾ ചരിത്ര വസ്തുതകൾക്ക് എതിരായിട്ടുള്ള എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ദൃക്സാക്ഷികളായ ശിഷ്യന്മാരത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാര്, ജോസഫീസ് 2-ാം നൂറ്റാണ്ടിലെ ടാസിറ്റസ്, 1-ാം നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലുള്ള അപ്പോസ്തലിക പിതാക്കന്മാര്, സഭാപിതാക്കന്മാര്, ഇങ്ങനെ ഇവരെല്ലാം വ്യക്തമായ ദൃക്സാക്ഷികൾ അത് രേഖപ്പെടുത്തി വെച്ചതാണ്. യോഹന്നാൻ, കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആ ഒരു ദൃക്സാക്ഷികളാണ്. ഞങ്ങൾ കണ്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു, കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചെന്ന് പറഞ്ഞത് അത്ര വ്യക്തമായ ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ 600 വർഷത്തിന് ശേഷം അദ്ദേഹം എന്തുകൊണ്ട് നിരസിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം, ഖുർആനും ഹദീസും വെച്ച് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. അദ്ദേഹത്തിന് മാരണം ബാധിച്ച സമയത്ത് പല തോന്നലുകളും വന്നു. ആ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓരോന്ന് പറഞ്ഞു. മാത്രമല്ല സൂറ 46:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നബിയെ പറയുക, ഞാൻ ദൈവദൂതന്മാരിൽ ഒരു പുതുമക്കാരനൊന്നുമല്ല, എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ബഹുമാനികളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ് ചെയ്തത്. ഇത് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. നമ്മളുടെ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ അവരോട് സൂചിക്കുകയും ചെയ്തു. കാരണം ഇന്നലെ നമ്മൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്തത്. ബൈബിളല്ലാത്ത ഗ്രന്ഥങ്ങളൊന്നും അവർക്ക് ഉപയോഗിക്കേണ്ടതായി വന്നിട്ടില്ല, അവരുപയോഗിച്ചിട്ടുമില്ല. അവർക്ക് വേണമെങ്കിൽ ക്രൈസ്തവർ തന്നെ എല്ലാവരും അംഗീകരിക്കാത്ത അപ്പോക്രിഫൽ പുസ്തകങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഉദ്ധരിക്കാമായിരുന്നു. അതുപോലെ തന്നെ മാർപ്പാപ്പ തന്നെ ഈ അടുത്ത് കാണണമെന്ന് ആശ പ്രകടിപ്പിച്ച നമ്മുടെ ബർണബാസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് വേണമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് സംസാരിക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാന ചലനം തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് എന്ന് വരെ പലരുടെയും അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളൊരു വ്യവസ്ഥാപിതമായി എഴുതി തയ്യാറാക്കിയ ഒരു പരിപാടിയിൽ ഇത്തരം ഒരു പരാമർശങ്ങളൊക്കെ കടന്നു വന്നത് അദ്ദേഹം തന്നെ സൂചിപ്പിക്കേണ്ട വിശുദ്ധ ഖുർആനിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഞങ്ങളുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്വഹീഹ് ബുഖാരിയിലേക്കും സ്വഹീഹ് മുസ്ലിമിലേക്കും പോകുന്നു എന്ന ഞങ്ങൾ വളരെ വിനീതമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അപ്പോൾ തന്നെ മധ്യസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. വേണമെങ്കിൽ നമുക്ക് വ്യവസ്ഥയിൽ അങ്ങനെ എഴുതാമായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ല. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത് എന്ന് പറയുകയും അങ്ങനെ വരികയും പിന്നീട് അതിൽ നിന്ന് മാറുകയും ചെയ്യുക എന്നത് ഒരു മാന്യമായ ഒരു കൂടിയിരുന്ന ചർച്ചയുടെ സുഗമമായ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടായ രീതിയിലാണ് ഞാൻ മധ്യസ്ഥൻ എന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. അത് വളരെ ഖേദകരമായി പോയി എന്ന് സൂചിപ്പിക്കുകയാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സജീർ ബുഖാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരത്തെ ബഹുമാന്യനായ നമ്മുടെ ചെയർമാൻ ഈ വിഷയം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോൺസൺ സാറ് പറഞ്ഞു, വിഷയാവതരണത്തിൻ്റെ ഇടയിൽ കയറി ഒരു തടസ്സം സൃഷ്ടിക്കരുത്. ആ മാന്യത അദ്ദേഹം നമ്മുടെ മോഡറേറ്റർ എന്ന നിലയിൽ പറഞ്ഞ ആ വാക്കിനോടുള്ള മാന്യത പരമാവധി പുലർത്തിയാണ് ഇവിടെ ഇരുന്നത്. ജോൺസൺ അച്ഛൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം എഴുതിയ വ്യവസ്ഥ, അദ്ദേഹം ഒപ്പിട്ട വ്യവസ്ഥ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാന്യമായി അതിലെഴുതിയിട്ടുണ്ട്. ഇന്ന് ഈ സദസ്സിൽ അത് വായിച്ച് ഓർമ്മപ്പെടുത്തി പറഞ്ഞിട്ടുമുണ്ട്.
എന്നിട്ട് ഇപ്പോൾ മൂപ്പർ പറയണം ഖുർആന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞങ്ങൾ മറ്റതെടുത്തതാണ്. ഇത് കഴിയില്ലെങ്കിൽ അത് ആ വ്യവസ്ഥ എഴുതുന്ന സമയത്ത് ആലോചിക്കണം. ഇനിയും ജോൺസൺ സാറ് വ്യവസ്ഥ എഴുതാൻ നമ്മൾ വ്യവസ്ഥ എഴുതേണ്ടി വരും, ഇനി പരിപാടി തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ ആലോചിക്കണം ഇൻഷാ അള്ളാ. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം, ഫിഖിൻ്റെ അടിസ്ഥാനത്തിൽ വേണം, നമ്മൾ എങ്ങനെയും റെഡിയാം. പക്ഷെ ഒരു വ്യവസ്ഥ എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ പോകണം. അതിൻ്റെ അപ്പുറത്തേക്ക് ചലിക്കുന്നത് മാന്യതയല്ല എന്ന് മാത്രം അതേക്കുറിച്ച് ഞാൻ പറയുകയാണ്. പിന്നെ മൂപ്പര് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് പോയത്? നേരത്തെ കുറേ പരാമർശങ്ങൾ നടത്തി. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതിയത് എന്നോട് ചോദ്യം ചോദിക്കാമെന്നാണ്. വിഷയാവതരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നോടൊരു അരമണിക്കൂർ നീണ്ട ചോദ്യാവസരമാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാൻ അതിന് മറുപടി പറയുക എന്ന ആ ഒരു പ്രഹസനം ആവർത്തിക്കുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രധാനമായും കാരണം ഇനിയിപ്പോൾ ഈ ചർച്ചയുടെ മുന്നോട്ട് പോകുമ്പോൾ ഖുർആൻ വെച്ചിട്ട് എന്നുള്ള ചർച്ച ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ പരിപാടിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് വ്യവസ്ഥ പാലിച്ച് മുന്നോട്ട് പോകണം. അതിന് ഖുർആൻ അല്ലാത്തത് ഉദ്ധരിക്കാനുള്ള അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതായി വിശുദ്ധ ഖുർആനിൽ എവിടെയും കാണാൻ സാധിച്ചില്ല എന്നതാണ്. ഞാനിപ്പോൾ അത് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ 10 വർഷമായി നമ്മൾക്ക് ഏർപ്പാട് ഇത് തന്നെയാണ്. നമുക്കിപ്പോൾ അത് തരാനൊരു പണിയൊന്നുമില്ലല്ലോ. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടിക്ക് ഇറങ്ങിയതും. നാം മനസ്സിലാക്കേണ്ടത് അറബിയിൽ എന്നാൽ ഇന്നലെ അവിടെ ഒരു പിന്നെ സാർ ഇവിടെ ഉണ്ട്, ഞാനത് പറയുമ്പോൾ എൻ്റെ പദങ്ങളൊന്നും ആരെയും പിന്നെ മനസ്സിനെ നോവിക്കുന്നതാവരുത് എന്ന് ഷാഠ്യമുള്ളത് കൊണ്ട് ഞാനതൊന്നും ഉദ്ധരിക്കാതിരിക്കാൻ. എന്നല്ല നമ്മൾ അറബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വർത്തമാനമൊക്കെ ഇന്നലെ പറഞ്ഞതാ. ഏതോ ആവട്ടെ, അറബി ഭാഷയിൽ റസൂല്, നബി എന്നീ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. നബി എന്ന് പറഞ്ഞാൽ നബ എന്ന പദത്തിൽ നിന്ന് ലഭിക്കുന്ന പദമാണ്. നബ എന്നാൽ വാർത്ത, അരുൾപ്പാട്, ദിവ്യ സന്ദേശം എന്നൊക്കെയാണ് അർത്ഥം. നബി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിച്ച ആൾ. റസൂൽ എന്നാണ് അടുത്തൊരു പദം. അതിൻ്റെ അർത്ഥം ലഭിച്ച ദിവ്യ സന്ദേശത്തെ മാനവ ജനതയ്ക്ക് പകർന്നു കൊടുക്കാൻ പ്രത്യേകമായ നിർദ്ദേശവും കൽപ്പനയും ലഭിച്ച ആൾ. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണെന്ന് ഒരൊറ്റ ആയത്ത് പോലും കണ്ടില്ല എന്ന് പറയുകയുണ്ടായി. ദയവ് ചെയ്ത് ആ ഖുർആനൊന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ ഖുർആനൊന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചാൽ അതിലുണ്ടോ എന്ന് നോക്കാനാണ്. അല്ല, ഞാൻ തമാശ പറയല്ല. ഞങ്ങളിപ്പോൾ അംഗീകരിക്കുന്ന 114 അധ്യായങ്ങളുള്ള മുസ്ഹഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ആ മുസ്ഹഫ് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല, കുറച്ച് മുമ്പ് ഒരു 70 സൂറത്തുള്ള ഖുർആൻ ഇറങ്ങിയിരുന്നു. ഞാനൊരു മാസികയുടെ എഡിറ്റർ കൂടിയാണ്. ഞാൻ അതേക്കുറിച്ച് വിശദമായൊരു പഠനം തന്നെ ആ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബിസ്മിൽ ആബി വല്ലിബിനി വർ റൂഹിൽ ഖുദ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സൂറത്ത് ഞങ്ങൾ ഓതല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള മുസാഫാണ് ഞങ്ങൾ കണ്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്താണ് സൂറത്ത് തുടങ്ങുന്ന ഒരു മുസാഫ് നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു. നിങ്ങൾ അതാണോ പരിശോധിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി വൃത്തികെട്ട കുറേ പരിപാടികൾ നടക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അലി മുഹമ്മദ് സാർ എനിക്ക് അയച്ചു തന്ന ഒരു പരിശുദ്ധ ഇഞ്ചീൽ എന്ന് പറയുന്നൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അതിന് ഇഞ്ചീൽ, പുതിയ നിയമത്തിന് പരിശുദ്ധ ഇഞ്ചീൽ എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. ഞാനതൊന്നും ഇവിടെ പറയണ്ട, അതിലേക്കൊന്നും പോകാൻ്റെ വേദിയല്ലല്ലോ ഇത്. അതുകൊണ്ട് സൗഹാർദ്ദപരമായി വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫതഹ് 48-ാമത്തെ അധ്യായം അതിൽ 29-ാമത്തെ വചനത്തിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്ന്, അള്ളാഹുവിൽ നിന്ന് കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഖുർആൻ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ അടുത്ത് ഒരു സഹോദരൻ ഒരു പ്രസംഗം നടത്തിയത് നമ്മളൊക്കെ കേട്ടതാ. ഖുർആനിൽ ആകെ 4 തവണയേ മുഹമ്മദ് എന്നുള്ളൂ. ഈസ എന്നത് 25 തവണ ഉണ്ട്. അതുകൊണ്ട് ഈസാ നബിയാണ് മഹത്വം. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എണ്ണത്തിൻ്റെ കൂട്ടം ഖുർആനിലുള്ളത് നോക്കിയിട്ട് ഒരാളുടെ മഹത്വം തീരുമാനിക്കുകയാണെങ്കിൽ ബൈബിൾ മാറ്റി വെക്കണം. 12 തവണയായിട്ട് ഇഞ്ചീൽ എന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ 88 തവണയായിട്ടുണ്ട്. അപ്പം നമുക്ക് ബൈബിളിനെ മാറ്റി വെച്ചിട്ട് ഇഞ്ചീലിനെ സ്വീകരിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എണ്ണത്തിൻ്റെ കാര്യമില്ല. അതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾ തമ്മിൽ തല്ലുമ്പോൾ പറയണ കാര്യമല്ല. എൻ്റെ കുടിയിൽ 2 മൂച്ചുണ്ട്, എൻ്റെ കൂടെ 4 എണ്ണം ഉണ്ടോ, 5 ഉസാറ്, അതൊക്കെ നമുക്ക് വേറെ പറയാം. ഞാനിങ്ങനെ ഒന്നുമില്ല, ജോൺസൺ സാറ് പറയുന്ന ഭാഷാ ശൈലി ഒന്ന് എടുത്തത് മാത്രം. സാധാരണ മൂപ്പര് നമ്മളെ കാര്യം പറയുമ്പോൾ അങ്ങനെ പറയല്. നമ്മൾ മലബാരി ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്, വേറൊന്നും അല്ല. ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതുമല്ല. മാന്യമായി
ഇന്നലെ കൈകാര്യം ചെയ്ത ശൈലിയിൽ തന്നെ പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന് അടിസ്ഥാനമില്ലാത്തത് കൊണ്ടോ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ല. അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി, വിശുദ്ധ ഖുർആനിൽ 25 തവണ ബഹുമാന്യനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88 തവണ ഷെയ്ത്താന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സാത്താൻ. ആർക്കാ മാത്രം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് അത്തരത്തിലുള്ള വയ്യാവേലികളിലേക്കൊന്നും പോകണ്ട. പക്ഷേ 4 തവണ മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ആ 4 തവണ പറഞ്ഞപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഒരിടത്ത് കാണാം, മറ്റൊരിടത്ത് മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ. അല്ലാഹുവിന്റെ റസൂല്, ഖാതമൻ നബിയീൻ, നബിമാരുടെ ശൃംഖലയ്ക്ക് അവസാനം കുറിച്ച വ്യക്തി. ഇങ്ങനെ ഓരോ തവണ മുഹമ്മദ് എന്ന പേര് ആവർത്തിച്ചപ്പോഴും അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. പരിശോധിക്കാവുന്നതാണ്. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഖുർആൻ ഇനിയിപ്പോൾ ഇതിൽ മുഹമ്മദും റസൂലുള്ളാഹി എന്നുള്ളൊരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റോ നമ്മൾ കണ്ടത്, അല്ലാതെ ഞാൻ തെരഞ്ഞെടുത്തു എന്നില്ലല്ലോ എന്നപ്പോൾ മൂപ്പര് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ റസൂൽ എന്ന പദം, ആ പദത്തിൽ നിന്ന് വരുന്നതാണ് അർസല എന്ന ക്രിയ, വെർബ്. വിശുദ്ധ ഖുർആനിൽ 4 തവണ ഇന്നാ അർസൽനാക ബിൽ ഹഖി, യഥാർത്ഥ മതത്തിന്റെ സന്ദേശവുമായി നാം നിന്നെ റസൂലായി നിയോഗിച്ചിരിക്കുന്നു. റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. 2-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 119-ാമത്തെ ആയത്ത്, 33-ാം അധ്യായം അൽ അഹ്സാബിലെ 45-ാമത്തെ ആയത്ത്, 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാം ആയത്ത്, 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 8-ാമത്തെ ആയത്ത്. ഇവിടെയൊക്കെ അള്ളാഹു പറയാണ് ഞാൻ നിങ്ങളെ റസൂലായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിലല്ലേ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുള്ളൂ. ഇനിയിപ്പോൾ അതില്ലാത്ത ഇടങ്ങേറുകൊണ്ട്, അത് കാണാത്ത ഇടങ്ങേറുകൊണ്ട് പ്രയാസപ്പെടണ്ട. ഇനി കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ, നമ്മുടെ വ്യവസ്ഥയിലുള്ളതാണ്. ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന നമ്മൾ ഉദ്ധരിക്കുന്ന എവിഡൻസുകൾ കാണിച്ചു തരാമെന്ന് നമ്മൾ സമ്മതിച്ചതാണ്. കാണിച്ചു തരാൻ ഞാൻ അർഹനാണ്. മറ്റൊരു കാര്യം, മുമ്പുള്ള ഒരു കാര്യത്തെയും പിന്നെ വരുന്ന പ്രവാചകൻ നിഷേധിക്കുകയില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ബൈബിൾ, സത്യവേദ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ തൽക്കാലം, ഇന്നലെ നിങ്ങൾ ഇതിൽ തന്നെ ഉദ്ധരിച്ച് കണ്ടപ്പോൾ തൽക്കാലം ഇത് മതി, ഇത് മാത്രം എടുത്തതാണ്. ഇതിൽ മോശെ പ്രവാചകൻ വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വിവാഹമോചനം അനുവദിച്ചു കൊടുത്തിരുന്നു. എന്തേ ബഹുമാനപ്പെട്ട യേശുക്രിസ്തു വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചത്? ഇത് മുമ്പ് പറഞ്ഞ സന്ദേശത്തിനെതിരല്ലേ? അപ്പം ഒരു പ്രവാചകൻ ഒരു കാലഘട്ടത്തിൽ മുൻകാലത്ത് വന്ന ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകാര്യ യോഗ്യമല്ല എന്ന് എവിടുന്ന് നിങ്ങൾ പഠിച്ചത്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിലനിൽപ്പുണ്ടോ? പിന്നെ മൂപ്പരുടെ ഭയങ്കര ബേജാറ്, ദുരാത്മാവായ പിശാചിന്റെ ആഭിചാരത്തിന്, സിഹിറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയനായി. ഒരു പ്രവാചകന് സിഹിറിന് വിധേയാകുമോ? ഒരു ദൈവത്തിന് കുരിശിൽ മരിക്കാൻ പറ്റുമോ? എൻ്റെ സംശയം അതാണ്. വളരെ വ്യക്തമായി അദ്ദേഹം ഇവിടുന്ന് പറയുകയാണ്, ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയിക്കോട്ടെ, വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരിക. ചരിത്ര വസ്തുക്കളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു യേശു കുരിശിൽ മരിച്ചു. ദൈവമല്ലേ ഇപ്പം മരിച്ചേ? ഇന്നലെ ഇപ്പം നമ്മളിത് ഒരു കക്ഷി ഞാനൊന്ന് പിൻവാങ്ങാം, കാരണം ഇന്നലെ ദൈവമാണ്, സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞതാണ്. അതുകൊണ്ട് തൽക്കാലം എന്താ പിന്നെ ആ ആരോപണം ഞാൻ വേണ്ടാന്ന് വെക്കുക. പിന്നെ വേറൊന്ന്, എന്താ വറക്കത്ത് ബിൻ നൗഫല് പിന്നെ ഇത് മൂസാ നബിക്ക് ഇറങ്ങിയ അതേ ജിബ്രീലാണ് നിന്റെ അടുക്കൽ വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഖദീജ ബിബി കൂട്ടിക്കൊണ്ടപ്പോൾ സമ്മതിച്ചു. ഇതന്നെയാണ് നിങ്ങളെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞ എന്താ? അഹ്ലുൽ ഇൻജീൽ, അഹ്ലു കിതാബ്, അഹ്ലു തൗറാത്ത് അവരുടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണം എന്നാ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് വറക്കത്ത് ബിൻ നൗഫലിനെ പറ്റി പരിചയപ്പെടുത്തി. മൂപ്പര് ക്രിസ്ത്യാനിയായിരുന്നു. വകാന ശൈഖൻ ഖദ അമിയ, അന്ധത ബാധിച്ച ഒരു വയോവൃദ്ധനായിരുന്നു. വകാന യതറജമുൽ ഇൻജീല മിനൽ ഇബ്രാനിയത്തി ഇലൽ അറബിയ, അബ്രാനി ഭാഷയിൽ നിന്ന് ഹീബ്രു ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് അദ്ദേഹം ഇഞ്ചീൽ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ ഇഞ്ചീൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് മോശെ പ്രവാചകന്റെ തോറായുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, മോശെ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന ആൾ തന്നെയാണ് ജിബ്രീലിന്റെ അടുക്കേക്ക് വന്നത്. ഇപ്പൊ നിങ്ങളെ സംശയം തീർന്നല്ലോ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നിങ്ങളെ വ്യവസ്ഥ ഇപ്പൊ അതായിരുന്നല്ലോ. ഓർക്കിപ്പോ അറിയേണ്ടത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണമെന്നാ. പിന്നെ വേറൊരു കാര്യം, ഇഞ്ചീൽ കൊണ്ട് വിധിക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ബൈബിൾ കൊണ്ട് വിധിക്കട്ടെ എന്ന് ഖുർആൻ എവിടെയുള്ള നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഞങ്ങൾ വിശ്വസിക്കുന്ന ഇഞ്ചീൽ ആതാനിയൽ കിതാബ, ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞ എനിക്ക് കിതാബ് കിട്ടി. ഇതിലിപ്പോ ഈസാ നബിന്റെ സുവിശേഷം ഉണ്ട്, സുവിശേഷം ഉണ്ടോ?
അല്ല, ഞാൻ സംശയം ചോദിക്കാം. ഞാൻ കണ്ടത് അക്കോർഡിംഗ് ടു മാത്യു എന്ന് ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം മാത്യു കാണിച്ച അഭിപ്രായ പ്രകാരം എന്നാണ്. മാത്യു കാണിച്ച, പക്ഷെ അത് മത്തായി എഴുതിയ എന്നാണ് അടിയിലുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം. സുവിശേഷം എന്നുള്ളത് ഇപ്പൊ ഇഞ്ചിൽ എന്നുള്ള പദത്തിന്റെ മലയാള പദമാണല്ലോ. അതല്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് ബൈബിളാണ്. ഇഞ്ചിയിൽ ലൂക്ക എഴുതിയ സുവിശേഷം. അദ്ദേഹം ബഹുമാനപ്പെട്ട അലി മുഹമ്മദ് സാറ് എനിക്ക് അയച്ചു തന്നു. പരിശുദ്ധ ഇഞ്ചിൽ എന്നാ പേരിട്ടത്. അതിന്റെ ഉള്ളിലുള്ളത് മത്തായിയുടെ ഇഞ്ചിൽ, അതേപോലെ ലൂക്കായുടെ ഇഞ്ചിൽ. എവിടെ ഈസാ നബിയുടെ ഇഞ്ചിൽ? ഞങ്ങൾ ഈസാ നബിന്റെ ഇഞ്ചിലാണ് വിശ്വസിക്കുന്നത്. അതേപോലെ നിങ്ങൾ പറഞ്ഞു ഇത് പിന്നെ തൗറാത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കണം. അതെ, തൗറാത്ത് എവിടെ? ഇത് ആരാ എഴുതിയത്? ഈ പഞ്ചഗ്രന്ഥികൾ എന്ന് പറയുന്നത് ആരാ എഴുതിയെന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ട് പോരെ ആ ജാതി വെല്ലുവിളിയൊക്കെ. സഹോദര, നമ്മൾ വിഷയം അവതരിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വേണ്ടേ. അത് പല്ലിനെ കൊല്ലലാണോ പൂച്ചനെ കൊല്ലലാണോ? അതിന് നമുക്ക് വേറെ വ്യവസ്ഥ ചെയ്താന്ന്. പല്ലിനെ കൊല്ലാൻ പറ്റുമോ, പൂച്ചനെ കൊല്ലാൻ പറ്റുമോ, എപ്പോൾ കൊല്ലണം, എങ്ങനെ ഈ വേദി തുടരുന്നല്ല നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സന്തോഷമാണ്. നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരണ്ടേ നിങ്ങളെ. ആ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കണ്ടേ. പിന്നെ ആത്മഹത്യ ചെയ്യുന്നു നബി എവിടെയാണ് അതൊന്ന് കാണിച്ചു തരണം. നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഏത് ഖുർആനിലാണ് ഇപ്പൊ ഈ മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞത്? അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഒരു തെളിവ് എവിഡൻസ് ഹാജരാക്കുന്നാണല്ലോ പറഞ്ഞത്. ഈ ഇവന്റെ പ്രസംഗം ശല്യമാവണ്ട, അതിന്റെ ഇടയ്ക്കുന്ന് അതിനെ കാണിച്ചു തരും വേണ്ട, നമുക്ക് അതിനൊന്ന് കൂടിയിരിക്കുക. എന്നിട്ട് മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ചർച്ച. അതൊന്ന് കാണിച്ചു തരണമെന്ന് വളരെ വിനീതമായി ഞാൻ ഒരുക്കണം. പിന്നെ മൂപ്പർക്ക് ഖുർആൻ വായിക്കുമ്പോൾ സ്വാഭാവികമായി കുറേ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ത്വലാഖ് എല്ലാം പറ്റുമോ, വിധവനെ കെട്ടാൻ പറ്റുമോ, വിധവൻ ആദ്യം കെട്ടിയ പിന്നെ ഒഴിവാക്കിയാൽ പിന്നെ അറ്റാക്ക് കേട്ടാൻ പറ്റും. ഒരുപാട് സംശയങ്ങൾ. നമുക്ക് വ്യവസ്ഥ ഇതാണ്. നമ്മൾ ഇന്നത്തെ ചർച്ച എന്താ സഹോദര? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനാണ് എന്നാണ് ഞങ്ങളുടെ വാദം. അത് വളരെ സുന്ദരമായി ഞാൻ പറഞ്ഞു. മുഹമ്മദുൻ റസൂലുള്ളാഹ്, വിശുദ്ധ ഖുർആൻ 48-ാം അധ്യായം 29-ാമത്തെ വചനം. പിന്നെ മൂപ്പർക്ക് അള്ളാഹ് തെരഞ്ഞെടുത്തുക്കണോന്ന് നേരിട്ട് പറഞ്ഞിക്കണോ എന്നുള്ളതാണ് സംശയം. അതും ഞാൻ 4 ആയത്തുകൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ മൂപ്പർക്കുള്ള സംശയങ്ങൾ അത് തീർത്തു കൊടുത്തന്നാൽ പിന്നെ നമ്മളെ വിഷയത്തിന്റെ റൂട്ടിൽ തന്നെ കാര്യങ്ങളാണ് പോകാൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുഹമ്മദ് നബി യഹോവയുടെ നാമത്തിൽ വന്നിട്ടില്ല. ഇത് ഞാനൊന്ന് പൊളിച്ചടക്കി തന്നല്ലേ സാറേ നേരത്തെ പരിപാടിയിൽ. ജോൺസൺ സാറിനെ അറിയാപ്പത് ആ CD മൂപ്പർക്ക് നമ്മളെ ഇവിടെ ബഹുമാന്യനായ ഇന്നത്തെ മോഡറേറ്ററാണ് മൂപ്പർക്ക് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. എന്താ? യഹോവ എന്ന പേര് അറിയാത്തത് കൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ലാന്ന് ജെറി തോമസ് പ്രസംഗിച്ചു. അതിന്റെ ക്ലിപ്പൊക്കെ വേണം, എൻ്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. എന്താണ് യഹോവ എന്ന പേര്? ഞാൻ ഇന്നലെ ഇവിടെ അത് വായിച്ചതാണ്. യഹോവ എന്നുള്ള പേര് എങ്ങനെ വായിക്കേണ്ടി നിങ്ങൾ തീരുമാനത്തിലെത്തിക്കണം. ആദ്യം ഞാൻ ഈ യഹോവ എന്നുള്ള പേര് അരാം വംശക്കാര് അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഇതൊരു പർവ്വത ദേവന്റെ പേരാണെന്നാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. ബൈബിളില് നമ്മളിപ്പോ ഇന്ന് ബൈബിൾ എടുക്കാനൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല. വേണ്ടി വരും എന്ന് എനിക്കറിയാം. കാരണം മുഹമ്മദ് റസൂൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്നത് നിങ്ങളൊരു അവകാശവാദം പറയുമ്പോൾ അതിന് സ്ഥാപിക്കാൻ കഴിയുന്ന നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെ ഇന്നലെ കുറെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചതല്ലേ. ഖുർആനിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. എൻ്റെ മാന്യത കൊണ്ട് വഴിവിടാൻ സമ്മതിക്കയില്ല എന്നെൻ്റെ കണിശമായ തീരുമാനം കൊണ്ടാണ് ഞാൻ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ഗുഹ്യസ്ഥാനൊക്കെ ഇവിടെ പറഞ്ഞതല്ലേ. ഞാനെങ്ങാനും ബൈബിൾ എടുത്താണ് പറയാൻ തുടങ്ങിയ. യഹെസ്കേലിന്റെ 23-ാം അധ്യായം മുസ്ലിം സുഹൃത്തുക്കൾക്ക് അറിയില്ല, എന്നാലും ബൈബിളിലുണ്ട്. യഹെസ്കേൽ എന്ന് പറഞ്ഞൊരു പുസ്തകം 23-ാം അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. അത് മാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ അതിനെപ്പറ്റി. 300 അതുപോലെ യഹോവ എന്ന് പറയുന്ന ഒരു വെറും ഒരു പർവ്വത ദേവന്റെ പേരാണെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊന്നല്ല. ഇങ്ങോട്ട് ഇപ്പൊ ഈ പർവ്വത ദേവന്റെ പേരിൽ റസൂലുള്ളാഹി വരണം എന്നാ നിങ്ങൾ പറയണത്. അള്ളാന്റെ പ്രവാചകനായി വരുന്ന ആള് പിന്നെ പർവ്വത ദേവന്റെ പേരിൽ വരണം എന്നാ പറയുന്നത്. ഞാനതിന്റെ റെഫറൻസ് പറഞ്ഞുതരാം. ഇനി പോയിട്ട് അത് എവിടെയാണ് തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി ബൈബിൾ മുഴുവൻ വായിച്ചിട്ട് കണ്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ തിരഞ്ഞെടുക്കൊന്നും വേണ്ട. ഫോൺ നമ്പർ ഞാൻ വേണമെങ്കിൽ തരാം, എനിക്ക് ആ ബേജാറൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് 1 രാജാക്കന്മാർ 20-ാം അധ്യായം വായിച്ചാൽ മതി. യഹോവ എന്ന് പറയുന്നത് പർവ്വത ദേവന്റെ പേരാ. റെഫർ ചെയ്യാൻ സൗകര്യം ഒന്ന് മറിച്ചു നോക്കിക്കോളൂ. ഇങ്ങോട്ട് ഇപ്പൊ ഈ പർവ്വത ദേവന്റെ പേരിൽ റസൂലുള്ളാഹി വന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബേജാര്. ഏതാ ഈ റസൂലുള്ളാഹി? അറബി ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ, ഓല് ദൈവത്തിന് എന്താ വിളിക്കുന്നത്? അറബി ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ ഞാൻ ഉദ്ധരിച്ചു ബഹുമാന്യനായ ഈസാ നബി ഞാൻ മനുഷ്യനാണെന്ന് പറയുന്ന കൊട്ടേഷൻ. വഅന ഇൻസാൻ ഖദ് കല്ലമകും ബിൽ ഹഖ് അല്ലദീ സമിഅഹു മിനല്ലാഹ്. അറബികൾ ഉപയോഗിക്കുന്ന ബൈബിളാണ് ഞാൻ പറഞ്ഞത്. വഅന ഇൻസാൻ ഖദ് അല്ലമകും ബിൽ ഹഖ് അല്ലദീ സമിഅഹു മിനല്ലാഹ്. ഈ അള്ളാഹ് എന്നുള്ള പേര് വിളിക്കുന്നതോട് കൂടി അറബി ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമുക്കായോ?
എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളാണ് ഇപ്പൊ അള്ളാഹിനെ വിശ്വസിക്കുന്നവർ, നിങ്ങൾ യഹോവനെ വിശ്വസിക്കാന്നപ്പോ ഇപ്പൊ പറഞ്ഞു വന്നത്. അള്ളാഹ് എന്നുള്ള നമ്മളെ റസൂല് വന്നത് റസൂലുള്ളാഹി ആയിട്ടാണ്, അള്ളാഹിന്റെ റസൂലായിട്ടാണ്. ഈ അള്ളാഹുവിന്റെ റസൂൽ ഞാൻ എന്നാൽ അത് സുന്ദരമായി ഞാനല്ല, ബഹുമാന്യനായ ഫിന്നി സാറ് വിശ്വാസനം നടത്തിയപ്പോൾ പറഞ്ഞത് അൽ ഇലാഹു എന്നാണ് ഇപ്പൊ അതിന്റെ അർത്ഥം. അള്ളാഹ് എന്നത് അൽ ഇലാഹ് എന്നതിന്റെ സംയോജിത രൂപമാണ് എന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ, നമുക്ക് അറബി ഭാഷ ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ ഇന്നാ അർസൽനാക ബിൽ ഹഖി ബശീറൻ വ നദീറൻ, അനുസരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയും, ധിക്കരിക്കുന്നവരെ, നിഷേധിക്കുന്നവരെ, സത്യം കണ്ടില്ലെന്ന് കൂട്ടാക്കുന്നവരെ അവർക്ക് നരകപ്പൊയിലേക്ക് പോവേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അൽ ഹഖ്, ആ അൽ ഹഖ് തരുമെന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞത്. അൽ ഹഖില്ലദീ സമിഅഹു മിനല്ലാഹ്, അള്ളാഹുവിന്റെ എന്ന് കേട്ട അൽ ഹഖ് പറയാനാ ഈസാ നബി വന്നത്. അറബി ബൈബിളാ ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞതല്ല. ആ ഹക്കും കൊണ്ടാ റസൂലുള്ളാഹി വന്നത്. ഖുർആനിൽ നിങ്ങൾ അത് കാണാത്തോണ്ട് ഇനിയിപ്പോ എന്റെ പേരെന്റെ സജീർ ബുഖാരി, ഏത് ബുഖാരിയും ചർച്ച ചെയ്യാൻ ഞാൻ റെഡി. ഞങ്ങൾ ബേജാറാവൊന്നും വേണ്ടപ്പോ അതിനിപ്പോ വേദി നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണം? ഞാൻ ആ മൂപ്പരും കെട്ടി എന്തെല്ലാം വിഷയം പറഞ്ഞു, ഞാനൊക്കെ പാടെ എഴുതി വെച്ചു. പക്ഷെ എന്റെ വിഷയത്തിന്റെ പരിധി വിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അത് സൊഫിയ ബീവിന്റെ കല്യാണോ, ഹഫ്സ ബീവിന്റെ കല്യാണോ, ജുവൈര ബീവിന്റെ കല്യാണോ, ഇനി നിങ്ങൾ മാര്യത്തിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ അതൊക്കെ പറയുന്നൊക്കെ എഴുതിയത്. ആ മാര്യത്തിൽ വിദ്യ പറയുന്നൊക്കെ ഞാൻ കരുതിയത്. സൈനബ് ബീവി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളിപ്പോ അതൊക്കെ പറയുന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അതൊന്നും മൂപ്പരാന്നും അങ്ങനെ മൂപ്പർക്കാരാ ഈ വേദിയൊന്നും അവിടേക്ക് വെച്ചിട്ടൊരു കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപഹസിക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളുടെ ആദർശം അനുസരിച്ച് പോയിക്കോളും, ഞങ്ങൾ ഞങ്ങളുടെ ആദർശം പോവാം. ഇതിന് ഘടകട വിരുദ്ധമായ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരരുത്. നമ്മൾ എന്തെങ്കിലും ഒരു ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് അനുവദിക്കപ്പെട്ട കൃത്യമായ റൂട്ടിലൂടെ തന്നെ പോകാൻ കഴിയണം. പിന്നെ മൂപ്പര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടയാളങ്ങളൊന്നും കാണിച്ചാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുക, മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായങ്ങളൊന്ന് വായിച്ചിട്ട് വരിക. ആരാ ലോകത്ത് സത്യത്തിനെ ഏറ്റവും കൂടുതൽ ശക്തമായി വെല്ലുവിളിച്ചത്? പിശാച്ചാണ്. ആ പിശാച്ച് വന്നാണ്ട് യേശുവിനോട് പറയാണ്, ഇതാ കല്ല്, ഈ കല്ലൊന്ന് അപ്പാക്കി തരുമോ? എന്നിട്ട് യേശു കല്ല് അപ്പാക്കി കൊടുത്തോ? ഇതിന്റെ മേർന്ന് താഴേക്ക് ചാടു വെച്ചു. സ്വർഗത്തിന് ദേവന്മാര് വന്നാണ്ട് താങ്ങി പിടിച്ചല്ലോ എന്ന് പറഞ്ഞതാ. എന്നിട്ട് മൂപ്പര് ചാടിയോ? എന്തേ യേശു എന്ന് പറയുന്നത് ദൈവമല്ലേ? മൂപ്പർക്ക് ചാടിക്കൂടായിരുന്നോ? പിശാചിന്റെ മുന്നിൽ സത്യം മൂപ്പർ അപ്പോഴും പറഞ്ഞ എന്തരങ്ങള് യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ബൈബിളിൽ യഹോവ എന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞത് അത് പർവ്വതദേവന്റെ പേരാ. ഞാൻ വളരെ സുന്ദരമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ എന്റെ വാദത്തെ ഇന്നലെ നിങ്ങൾക്ക് ഒരു ഹർഫ് കൊണ്ട് പോലും ഗണ്ണിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഹർഫ് കൊണ്ട് പോലും, വളരെ സുന്ദരമായി ഒരൊറ്റ ഹർഫ് കൊണ്ട് പോലും നിങ്ങൾക്കതിനെ ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഹർഫ് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാത്ത പ്രശ്നമെങ്കിൽ അക്ഷരം നാട്ടോ അതിന്റെ അർത്ഥം. ഇതിൽ ഒരൊറ്റ അക്ഷരം കൊണ്ടുപോലും ബഹുമാന്യനായ യേശു ക്രിസ്തു ദൈവമെന്ന് അവകാശപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഒരൊറ്റ സെന്റൻസ് കൊണ്ടുപോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ? പക്ഷെ ഞാൻ സ്ഥാപിച്ചു. പ്രവാചകൻ എന്ന് അവകാശപ്പെട്ടത്, മനുഷ്യനെന്ന് അവകാശപ്പെട്ടത്, ഇന്ന് മുഹമ്മദ് റസൂലുള്ളാഹി റസൂലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നേരിട്ട് ആയത്ത് ഓതുന്നത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മനസ്സിലാക്കി വെച്ചോളി. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു. ഇതിനെ ഗണ്ണിക്കുന്ന വിഷയമല്ലേ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു വന്നത്? അതല്ല ഇപ്പൊ നമ്മളിന്ന് വ്യവസ്ഥ എഴുതിയത്. എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? നമുക്ക് ഏത് കളിക്കും റെഡിയാ. പിന്നെ വേറൊരു കാര്യം, ലോകത്ത് മലയാളികൾ ആരെയും പിന്നെ പുതിയ നിയമം ഒന്ന് വായിച്ചു നോക്കും. ഇന്നലെ മൂപ്പര് അതിൻ്റെ ഇടയ്ക്കൂടെ പുതിയ നിയമം മാത്രം പറഞ്ഞിരുന്നു. ഞാനത് അപ്പൊ തൽക്കാലം വിട്ടത്. നമ്മൾക്ക് സമയമില്ല, ഇതൊക്കെ പറയും വേണം, ഇപ്പൊ എന്താ കാട്ടുക എന്നുള്ളത് കൊണ്ട് തൽക്കാലം അതും വിട്ടതാ. പുതിയ നിയമത്തിലുണ്ടോ എന്നുള്ളത് ഇനി പിന്നെ മൂപ്പര് സംശയം. ഒരു കാര്യം, ഇത് ഞാൻ എഴുതിയെന്ന ഒരു കൊട്ടേഷൻ അല്ല, ഇത് കത്തോലിക്ക എൻസൈക്ലോപീഡിയയാണ്. ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇറക്കുന്നത്, ഇപ്പൊ മുസ്ലിങ്ങളൊന്നല്ല. അതില് അള്ളാഹ് എന്ന പദത്തിന് കൊടുത്ത വിശദീകരണമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എൻ്റെ കമ്പ്യൂട്ടറിൽ സാധനമുണ്ട്. The notion of Allah in Arabic theology is substantially the same as that of God among Jews and also among the Christians with the exception of Trinity. ക്രിസ്ത്യാനികളും ജൂതന്മാരും അംഗീകരിക്കുന്ന ദൈവസങ്കല്പത്തിന്റെ അതേ അറബി പദമാണ് അള്ളാഹു, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ട്രിനിറ്റി.
അള്ള മൂന്നെണ്ണം ഇന്നലെ തന്നെ ഒന്നേ കൂട്ടണം 1 സമം 1 എന്ന് പറയണ അല്ല, നമ്മളൊക്കെ പഠിച്ച 1 കൂട്ടണം 1 സമം 3 എന്നാണ്. ആ ഒരു ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത ട്രിനിറ്റി എന്ന സങ്കല്പം മാറ്റിവെച്ചാൽ ജൂത ക്രൈസ്തവർ അംഗീകരിക്കുന്ന അതേ ദൈവസങ്കല്പമാണ് അള്ളാഹ് എന്ന പദം പറയുന്നത്. അദ്ദേഹം ഒരു ഖുർആന്റെ ആയത്ത് കൂടി അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, അറിയേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ബി നോട്ട് അറ്റ് ദാറ്റ് ഓൾ ദ അള്ളാഹ് ഈസ് ആൻ അറബിക് ടൈം. അള്ളാഹ് എന്നത് ഒരു അറബിക് പദമാണെങ്കിലും ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഓൾ മുസ്ലിംസ് വാട്ട് എവർ ബി ദെയർ ലാംഗ്വേജ് ആസ് ദ നെയിം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നാമമായി ഏത് ഭാഷക്കാരനും അതേ പദമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ ഇന്നലെ അഡോൺ എന്നുള്ളതും യഹോവ എന്നുള്ളത് രണ്ടും കർത്താവ് എന്ന് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ താല്പര്യം എന്താണ്? യഹോവ എന്ന പദം മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കർത്താവ് എന്നാണ് കാണുന്നത്. പുതിയ നിയമത്തിൽ ഒറ്റ കർത്താവ് ഇല്ല എന്ന് പറഞ്ഞു. പുതിയ നിയമം മത്തായി, മാർക്കോസും, ലൂക്കോസും, യോഹന്നാനും പരിശോധിച്ച് നോക്കുക നിങ്ങൾ. ഈ 4 സുവിശേഷങ്ങളിൽ മാത്രം മൂലഭാഷയിൽ 244 തവണ യഹോവ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുതിയ നിയമത്തിൽ ഒറ്റ യഹോവയും വന്നില്ല, ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത. പിന്നെ എവിടെ ഉണ്ടാകുക? പേരാരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യലുണ്ടോ? എൻ്റെ പേര് സജീർ എന്നാണ്. ഞാൻ വേറെ ഭാഷയിൽ പോകുമ്പോൾ അവിടേക്ക് ഇതിങ്ങനെ ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പേരും അറിയാല്. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ പേര് കമറു എന്നാണ്. ഓൻ മലയാളികൾ സംസാരിച്ചു. എന്താണ് എൻ്റെ പേര്? ചന്ദ്രൻ. അങ്ങനെ പറയല്. ഓൻ്റെ പേര് കമറു ആണെങ്കിൽ ഏത് ഭാഷയിലും കമറു തന്നെ. ഉദാഹരണം മോസസ് ഞാൻ പറഞ്ഞു. മൂസ എന്ന നാമം അത് ഭാഷാഭേദം അനുസരിച്ച് മോശ ആവാം, മോസസ് ആവാം, എന്തും ആവാം. യഹോവയുടെ പ്രവാചകനല്ല റസൂല എന്നുള്ള തർക്കം. അതാദ്യം ഒരു പേരാണോ? നിങ്ങളൊന്ന് പറയും. പേരാണെങ്കിൽ എന്താ അറബിയിലേക്ക് റബ്ബ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ ലോഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്, മലയാളത്തിലേക്ക് എത്തുമ്പോൾ കർത്താവ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, പേര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇത് എവിടുത്തെ സംവിധാനം നമ്മൾ അറിയില്ല കേട്ടോ. നമ്മൾ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ നമ്മളിതൊക്കെ സ്വീകരിക്കാൻ റെഡിയാണ്. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാലോകരിലേക്ക് വന്നപ്പോൾ മൂപ്പർ അടയാളങ്ങൾ കാണിച്ചില്ല. എന്തുമാതിരി അടയാളങ്ങൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? വളരെ സുന്ദരമായി ദൂരെ നിൽക്കുന്ന കയ്യും കാലും ഒന്നും ഇല്ലാത്ത മരം. എന്നിട്ട് വന്നേ ശത്രുക്കൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇനി പ്രവാചകനാണ് അടയാളം കാണിക്കുന്നത്. അങ്ങനെ യോനാ പ്രവാചകന്റെ അടയാളം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം ചോദിക്കുന്നു പറഞ്ഞാണ്ട് പരിഹാസ സ്വരത്തിലാണ് യേശു അതിനോട് പ്രതികരിച്ചത്. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. ഏതോ ആവട്ടെ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നീ പ്രവാചകനാണെന്ന് അടയാളമായി ആ മരം കെട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള വിളിക്കുന്നു, മരം ഇങ്ങനെ വരുന്നു. വിരിച്ചു നിൽക്കുന്ന ശാഖകളൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് കുറെ താഴോട്ടും കുറെ മേലോട്ടും ഇങ്ങനെ ഒതുക്കി വളരെ അച്ചടക്കത്തോടു കൂടി നടന്നു വരുന്ന മരത്തിന്റെ ചിത്രം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അടയാളല്ലേ നിങ്ങൾക്ക് വേണ്ടി എത്ര എണ്ണം വേണം ഉദ്ധരിക്കാൻ? എത്ര എണ്ണം വേണം? ഇവിടെ നിന്നിട്ട് ചന്ദ്രൻ പിളർത്തി കാണിച്ചു നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹി വല്ലിബിനി റൂഹിൽ ഖുദ്സ് നല്ലട്ടോ. റസൂലുള്ളാഹിന്റെ ഖുർആൻ ശ്രദ്ധിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ടല്ല, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിൽ ഒരു വര വരച്ചപ്പോ ആയിരക്കണക്കിന് നോട്ടിക്ക് മൈലുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ചന്ദ്രൻ ഇതാ പിളർന്ന് രണ്ടായി നിന്നു. ആ അത്ഭുത ദൃശ്യം കണ്ടിട്ടാണ് കേരളത്തിൽ നിന്ന് ചേരമാൻ പെരുമാൾ രാജാവ് അറേബ്യയിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് സ്വഹാബിയായത്. ചരിത്രം പരിശോധിക്കും നിങ്ങൾ, എത്ര അടയാളം വേണം? എന്നിട്ട് ഇപ്പൊ മൂപ്പർക്ക് അടയാളം ഇല്ലാത്തതാ പ്രശ്നം. എനിക്ക് സങ്കടമുണ്ട്. ഞാൻ നല്ലൊരു വിഷയാവതരണത്തിന് വിഷയം കുറെ എഴുതി കൊണ്ടുവന്നതാ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ മൂപ്പർക്ക് റസൂലുള്ളാഹിന്നുള്ള ഖുർആൻ ഇല്ല. അതുകൊണ്ട് സഹീഹുൽ ബുഖാരി ചർച്ച ചെയ്യണം, സഹീഹ് മുസ്ലിം ചർച്ച ചെയ്യണം, ഏത് സീറ കിതാബും സഹീഹുൽ ബുഖാരി എന്ത് ചർച്ച ചെയ്യാനും നമ്മൾ റെഡിയാണ്. വ്യവസ്ഥ ആ കോലത്തിലാവണം. വിഷയം വിഷയാധിഷ്ഠിതമായി മുന്നോട്ട് പോകണം. ഞാനതാ പഠിച്ചത്. ഇന്നലെ ഞാൻ ബൈബിൾ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ, നിങ്ങൾക്കെതിരെ ബൈബിൾ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾ അറബി ഭാഷയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചതിനപ്പുറം എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അത് നിങ്ങൾ വിഷയത്തിന് റൂട്ട് തെറ്റിയത് നിങ്ങളാ. എന്നിട്ടും അനാവശ്യമായി എന്ന് പറയാവുന്ന പദപ്രയോഗങ്ങൾ പോലും വന്നിട്ടും നമ്മൾ റൂട്ട് തെറ്റിയിട്ടില്ല. ഇന്ന് നമുക്കതാ പറയാനുള്ള കാരണം. ഞങ്ങൾ ആവശ്യം എന്താ അറിയാം? നിങ്ങൾ ഇങ്ങനെ കുറേ സഹീഹുൽ ബുഖാരി അതെല്ലാം നമ്മളിപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യം എന്താ? മുഹമ്മദും റസൂലുള്ളാഹി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അംഗീകരിക്കണം.
ഒരു സാധനം വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. അരി കുറച്ച് അപ്പുറത്ത് കുറെ കല്ലും മണ്ണും കൊണ്ടുവന്ന് വെച്ചു തന്നു. എന്നിട്ട് വിശപ്പ് മാറാൻ മോനെ ഈ ഭക്ഷണം കഴിച്ചു, എനിക്ക് ബോധ്യപ്പെട്ട ഞാനത് കഴിക്കണം, കുറെ കല്ലും മണ്ണും മാറി തിന്നതുകൊണ്ട് ഒരു കാര്യമല്ല എന്നതുപോലെ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരും. അതാണ് നമ്മുടെ ആഗ്രഹം, അതിനാണ് നമ്മൾ സന്ദേശ പ്രചരണം നടത്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതോ യേശുക്രിസ്തുവിന്റെ ദൈവിക സന്ദേശം ദൈവമാണെന്ന സന്ദേശം ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരണം. അത് സത്യത്തോട് കാണിക്കുന്ന നീതിയുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ പിന്നെ വേറെ പല്ലിനെ കൊല്ലാൻ പറ്റുമോ പൂച്ചനെ കൊല്ലാൻ പറ്റുമോ വെച്ചാൽ നമുക്ക് സമയം കളയാൻ പറ്റുമോ? എന്തിനാണ് ഈ സമയം കളയുന്നത്? നിങ്ങൾ ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വിഷയത്തിലുള്ള സംസാരമല്ലേ വരേണ്ടത്. അതുകൊണ്ട് സ്വഹീൽ ബുഖാരി നിൽക്കാം, മുസ്ലിം നിൽക്കാം, എല്ലാത്തിനും ഞങ്ങൾക്ക് റെഡിയാണ്. ഇന്ന് ഇത് കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് വ്യവസ്ഥ ചെയ്തണോ ഞങ്ങൾ റെഡിയാണ്. വിഷയം ഇപ്പൊ ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായ നിരക്ഷരതയിൽ വളർന്ന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സമൂഹത്തിന് മുന്നിൽ നബി തങ്ങളത് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക. അങ്ങ് സ്വന്തം കൈകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയോ പൂർവ്വവേദങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സമ്പൂർണ്ണമായ നിരക്ഷരതയിൽ വളർന്ന ഉക്കാദിലും മിജുന്നയിലും ദുൽഖുലൈഫയിലും അടക്കം മക്കയിലെയും മദീനയിലും വിവിധ നാട്ടുരാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും അനേകം കുടുംബങ്ങൾ അനേകം പ്രദേശങ്ങളിൽ അക്ഷരാഭ്യാസം നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സമ്പൂർണ്ണമായ നിരക്ഷരതയിൽ ആ അക്ഷരപ്പുരയിൽ കയറി ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ അക്ഷരപ്പുരകളിൽ കയറി അധ്യയനം ചെയ്തിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി 40-ാമത്തെ വയസ്സിൽ വന്ന് ലോകത്തിന്റെ മുന്നിൽ എടുത്തു വെച്ച പ്രഖ്യാപനങ്ങളെ നിങ്ങളൊന്ന് പഠിക്കുക. ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളം വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ആവർത്തിച്ച് ഒരുപക്ഷെ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ വചനം വരെ വായിക്കുക. എവിടെയെങ്കിലും ഈ ഗ്രന്ഥം ദൈവം നിനക്ക് അവതീർണമാക്കി തന്നതാണ് എന്ന് ഒരു പരാമർശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബിന്റെ അടുക്കൽ നിന്ന് സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ മഹാചക്രവാളങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു വെക്കുമ്പോ ആ സമൂഹം ഭയപ്പെട്ടു നിൽക്കുന്ന ചിത്രം, അന്താളിച്ചു നിൽക്കുന്ന ചിത്രം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാ. എന്റെ വിഷയാവതരണത്തിന്റെ സമയം മുമ്പുള്ള വിഷയാവതരണത്തിന്റെ റൂട്ട് തെറ്റിയത് കൊണ്ട് അപഹരിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, ബഹുമാന്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലോകത്തേക്ക് വരുമ്പോൾ അന്ന് സയൻസ് വിവിധ ശാഖകളായി ഇഴപിരിഞ്ഞിട്ടില്ല. ജന്തുശാസ്ത്രം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടില്ല. തേനീച്ചയെ കുറിച്ച് പ്രത്യേകം പഠിക്കാൻ ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ അക്കാലത്ത് കുലി വസുലുക്കി തുടങ്ങിയ അനേകം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പെൺ തേനീച്ചയാണ് കൂട് നിർമ്മിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേനീച്ചയുടെ പിന്നാലെ പോയി റിസർച്ച് ചെയ്തിട്ട് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച തീസിസിന്റെ പേപ്പർ ആയിരുന്നില്ല അത്, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ സന്ദേശം വെച്ച് പെൺ തേനീച്ചയാണ്. മുഹമ്മദിന്റെ പ്രവാചകത്വം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ 2 പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് വിലയിരുത്തുവാനായിട്ട് ഈ 2 പ്രബന്ധങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ്. പ്രത്യേകാൽ പ്രിയ സഗീർ ബുഖാരി അവർക്ക് മാനസികമായിട്ടുള്ള അല്പം പ്രയാസമുണ്ടാകത്തക്ക നിലയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ളതായിരിക്കുന്ന വാക്കുകൾ തൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചുവോ എന്നുള്ളതായിരിക്കുന്ന ഒരു സംശയം എനിക്കുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പക്ഷത്തിൻ്റെ പേരിൽ ഞങ്ങൾ പ്രിയ സഹോദരനോട് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റേതായിരിക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് മാത്രമേ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിളിൻ്റെ ഭൂണികയിൽ നിന്നുകൊണ്ട് ബൈബിളിനെ വ്യാഖ്യാനിക്കുക. ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ
ഖുറാൻ്റെ ഭൂണികയിൽ നിന്ന് ഖുറാനെ വ്യാഖ്യാനിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ചിന്ത ശകലമാണ്. എങ്കിലും നമ്മൾ ഈ ഡയലോഗിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു പ്രവാചകന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളും ആ പ്രവാചകൻ ഏത് നിലയിലുള്ള ഒരു വ്യക്തിത്വം ആയിരിക്കണം എന്നുള്ളതും അതിന് ഒരു മാനദണ്ഡം ഉണ്ട് എന്നുള്ളത് തൗറാത്ത്, ജബൂർ, ഇൻജിൽ എന്നീ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി പറയുവാനായിട്ട് ഇടയായി. എന്നാൽ അതിനോട് ചേർന്ന് ഖുറാൻ്റേതായിരിക്കുന്ന ഉദ്ധരണികൾ എടുത്തു. എന്നാൽ ഖുറാനോട് ചേർന്ന് ഹദീസുകളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചപ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് പ്രിയ സഹോദരന്മാർക്കുണ്ടായി. അത് നമ്മൾ പറഞ്ഞതായിരിക്കുന്ന ധാരണയ്ക്ക് വിരുദ്ധമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ അനുബന്ധ പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയും അതിൽ നിന്ന് ആ ഗ്രന്ഥങ്ങളുടേതായിരിക്കുന്ന ആധികാരികത എടുക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഹദീസുകൾ, അതുപോലെ തന്നെ ഹദീസുകൾ മെയിനായിട്ട് മുഹമ്മദിൻ്റെ ജീവിതചര്യകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഖുറാൻ്റെ അനുബന്ധമായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ നാളിൽ പഠിക്കുവാനായിട്ടിടയായത്. അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഖുറാൻ പഠിക്കുമ്പോൾ ഖുറാൻ തന്നെയാണ് പഠിക്കുവാനുള്ള മാധ്യമമെങ്കിലും അതിനോട് ചേർന്ന് അത് പഠിക്കുവാനായിട്ട് ഹദീസുകളും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളും ആ നിലയിൽ നമ്മൾ ആശ്രയിക്കാറുണ്ട്. എന്നാൽ പ്രിയ സഹോദരൻ പറഞ്ഞു, നമ്മൾ ഖുറാനിൽ നിന്നൊരാശയം കൈമാറുമ്പോൾ ഖുറാനിലോട് നീതി പുലർത്തി ഖുറാനിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് എന്ന് പറയുവാനായിട്ടിടയായി. ഈ തത്വം സ്വാഭാവികമായി എല്ലാ വിഷയങ്ങളിലും കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനേക ആളുകൾ ഞങ്ങളൊരിക്കലും അവരെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരായിട്ട് കണക്കാക്കുന്നില്ല. അങ്ങനെയുള്ള ലിബറൽ തിയോളജിയന്മാരെ പല സന്ദർഭങ്ങളിലും നിങ്ങളെടുത്ത് അതിൻ്റെ ഉദ്ധരണികളെടുത്ത് ഞങ്ങൾക്കെതിരെ ആ നിലയിൽ വാദമുഖങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ചിന്ത വന്നത്. അതിൽ ദയവായി ക്ഷമിക്കണം. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ഡയലോഗ് തുടരുമ്പോൾ നമുക്കിപ്പോൾ ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രിയ സഹോദരൻ തൻ്റേതായിരിക്കുന്ന ആ കാര്യങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടു പക്ഷത്തിനും 12 ചോദ്യങ്ങൾ വീതം ചോദിക്കുവാനുള്ള അവസരമുണ്ട്. പിന്നെയും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇത് വീണ്ടും വീണ്ടും ഓർക്കണം, ഇത് മനസ്സിൽ കൊള്ളണം. നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യം സൗഹാർദ്ദപരമാണ്. ഈവൻ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും നിലയിൽ വിള്ളലുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കുക. പക്ഷെ നമ്മൾ ചർച്ചയുടെ മുഖത്താണ്, അതുകൊണ്ട് മാത്രം ആ വിഷയം പറയുന്നു എന്നുള്ള ചിന്തയിൽ അത് കണ്ട് നമ്മളങ്ങ് വിട്ട് പോകണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതൊരു പ്രയാസമായിട്ട് മാറും. ഇങ്ങനെയാണല്ലോ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ഒരിക്കലും നമ്മളിതിനെ കാണാതെ പൂർണ്ണമായിട്ട് ഇത്രയും നേരം സഹകരിച്ച അതേ സ്പിരിറ്റിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ക്രൈസ്തവ പക്ഷത്തോട് ചോദിക്കുവാനുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അത് നിങ്ങൾക്ക് ചോദിക്കാം. പ്രിയ സഹോദരന്മാർ തന്നെ ആ കാര്യം ചെയ്യുന്നതായിരിക്കും. വളരെ സന്തോഷകരമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതിന് അടിവരയിടുകയാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ വളരെ തുറന്ന ഒരു മനസ്സോടു കൂടിയാണ് സംസാരിച്ചത്. എന്തെങ്കിലും പാകപ്പിഴവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അസ്വാരസ്യങ്ങളായിട്ടുണ്ടെങ്കിൽ അത് വിടുക. അത് സ്വാഭാവികമായി അദ്ദേഹം മാപ്പ് ചോദിക്കുന്ന രീതിയിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതൊക്കെ വളരെ സന്തോഷകരമാണ്. ഇതിൻ്റെ പേരിൽ നമ്മൾ നാളെ, ഞാൻ ജോൺസൺ സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ ബന്ധമുണ്ട്. ഞാൻ നേരത്തെ ഷെജീർ ബുഖാരി ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാം. എന്നാൽ അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ അന്ന് കണ്ടില്ല എന്നുള്ളൊരു വിഷയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലട്ടുന്ന ഒരു
ഫീലിംഗ് ആണ്. അതായത് അദ്ദേഹത്തെ കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എനിക്കതിലൊരു സന്തോഷമുണ്ട്, അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിലും വേറെ സന്തോഷമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേൽപ്പിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആശയ കൈമാറ്റങ്ങളൊന്നും നമ്മുടെ സൗഹൃദത്തിന് ഒരിക്കലും വിലങ്ങാവരുത്. നമ്മൾ ഇന്ന് കണ്ട ചിരി നാളെയും കാണണം, നമ്മൾ ഇന്ന് പോയത് നാളെയും പോകണം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന ആളാണ്, അദ്ദേഹത്തിന് അറിയാം. ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തൊക്കെ നീങ്ങുന്ന ആളുകളാണ്. വളരെ സന്തോഷകരമാണ്. ആ അവസ്ഥയൊക്കെ നിലനിൽക്കണമെന്ന് തന്നെയാണ് ഈ പക്ഷത്തു നിന്നുള്ള മധ്യസ്ഥൻ എന്ന നിലയിൽ ഞാനും ആവശ്യപ്പെടുന്നത്. പിന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതിൻ്റെ വ്യക്തത കൂടി ഇവിടെ വരുത്തി. അതിൻ്റെ അനുബന്ധമാണ് ഹദീസുകൾ. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇനി മറ്റ് പിന്നെ ഹദീസുകളിൽ തന്നെ മറ്റു വകഭേദങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അവിടേക്ക് ഒന്നും ചർച്ച കൊണ്ടുപോകുന്നതിന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ വിഷയം അതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ചർച്ചകളോ അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഡിബേറ്റായാലും ഡയലോഗായാലും ഒക്കെ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും രണ്ടു പക്ഷത്തെയും പ്രതിനിധികൾ ഇരുന്ന് എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. പിന്നെ കാർബൺ വെച്ച് എഴുതിയ കോപ്പി ജോൺസൺ സാറിൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ഒന്നുകൂടി ഒരാവർത്തി നമ്മുടെ പണ്ഡിതർക്ക് അദ്ദേഹം എത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ഈ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ പിന്നെ മീഡിയേറ്ററുമായി ഞാൻ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആനാണ് ചർച്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ചർച്ച. പിന്നെ ബ്രാക്കറ്റിലാണ് നമ്മൾ ഇതര ഗ്രന്ഥങ്ങൾ എന്ന് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാമായിരുന്നു, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും സ്വഹീഹ് ബുഖാരിയും. ഇങ്ങനെ ഒരു സംഗതി നമ്മൾ എഴുതിയിട്ടില്ല. ഇതിൽ എഴുതിയിട്ടുള്ള വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം എന്നതാണ്. അതിന് തെളിവ് പരിശുദ്ധ ഖുർആൻ ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് വിശുദ്ധ ഖുർആനെ ഉദ്ധരിച്ചോളൂ, ഞങ്ങളാരും ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഒരു തടസ്സവുമില്ല. വിശുദ്ധ ഖുർആനെ ആയിരിക്കണം ഉദ്ധരിക്കുന്നത്. നമ്മുടെ തെളിവ് എന്ന് വളരെ വ്യക്തമായി എഴുതിയത് വിശുദ്ധ ഖുർആൻ അല്ല, ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാമെന്നുമല്ല എഴുതിയിട്ടുള്ളത്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ്. എന്ത് തെളിവാണ് ഉദ്ധരിക്കേണ്ടത്? തെളിവ് എന്താണ്? വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ച ഒരു കാരണവശാലും മറ്റൊരു മേഖലകളിലേക്കും കടന്നു പോകുന്നത് സുഗമമായുള്ള മുന്നോട്ട് പോക്കിന് ആധാരമല്ല എന്ന് വളരെ എളിയ ഭാഷയിൽ, സൗഹൃദത്തിന്റെ ഭാഷയിൽ, പിന്നെ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വരുന്ന മാനുഷികമായ വിഷയമായി പരിഗണിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ചർച്ച ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഇത് രണ്ടു കൂട്ടർക്കും ബാധകാട്ടോ. ചോദ്യം ചോദിക്കുന്നവരും അതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ചോദ്യം വരേണ്ടത്. വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പ്രവാചകത്വം തെളിയിക്കപ്പെടുന്നതും പ്രവാചകനല്ല എന്ന് സ്ഥാപിക്കപ്പെടുന്നതും. രണ്ടും ആ നിലയിലുള്ള ചർച്ചയാണ് വരേണ്ടത്. അതുകൊണ്ട് മുസ്ലിം പക്ഷത്തെ വിഷയാധിഷ്ഠിതമായ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഇരുപക്ഷത്തുമുള്ള പണ്ഡിതരെ, നമ്മുടെ വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നതിന് തെളിവായി ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സജീർ ബുഖാരി വളരെ വ്യക്തമായി തെളിവ് ധരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിന് വളരെ വ്യക്തമായി തെളിവ് ധരിച്ചു. എന്നാൽ മറുവശത്തിരിക്കുന്ന സഹോദരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ല എന്നതിന് ഒരു തെളിവും ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചത് കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല എന്ന് തെളിയിക്കാമോ? ചോദ്യം ആവർത്തിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല എന്ന് തെളിയിക്കാമോ? ഹദീസുകളെ ഇങ്ങനെ തള്ളിപ്പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതര ഗ്രന്ഥങ്ങൾ
ഞാനതിൽ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. ഇതര ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഖുറാനെ വിശദീകരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ടാണ് ഹദീസിൽ നിന്ന് എടുത്ത് തിരിക്കേണ്ടി വരുന്നത്. കാരണം ഞങ്ങൾ എന്ത് ഇസ്ലാമിൻ്റെ വിഷയങ്ങളെപ്പറ്റി ചോദിച്ചാൽ ഉടനെ പോകും. ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, ഹദീസ് അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സുന്ദരമായ അറബി ഓതിയിട്ട് പറഞ്ഞു ഇതാ മരങ്ങൾ നടന്നു വന്നു. അത് എവിടെയാണ് ഖുറാനിലുള്ളത്? അതൊന്ന് കാണിച്ചു തന്നെ. ഏത് സൂറ, ഏതായതാ? അല്ല. അപ്പോൾ പുറത്ത് പോവുക, ഹദീസിലേക്ക് പോവുക. അപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിക്കാൻ ഹദീസിലേക്ക് പോകാം, മറ്റേത് പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആയത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് ആ ആയത്തിൻ്റെ വിശദീകരണമായിട്ടാണ് ഹദീസുകൾ കൊണ്ടുവരുന്നത്. എനിക്ക് ഈ ആയത്തിനെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല സഹോദര, ഇതിങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു തരണമായിരുന്നു. അത് ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല. ഞാനിവിടെ വ്യക്തമായിട്ട് ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഖുറാന് തെളിവായിട്ട് പുറമേ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് ഹദീസുകളിൽ നിന്ന് ഉദ്ധരിച്ച് ഇരിക്കുന്നതെന്നുള്ളൂ.